الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب. الأمان. اللهم اجعل قبورنا وقبورهم روضة من رياض الجنة ولا تجعل قبورنا وقبورهم حفرة من حفر النيران. اللهم آنس وحشته وآمن روعته ونفس كربته ونبر محلته وارفع درجته وكلنا وله وبنا وبه حفيا. اللهم جازه بالحسنات إحسانا وبالسيئات عفوا وغفرانا ولقه بمغفرتك وطولك درجات المحسنين. اللهم اغفر له وارحمه واعف عنه وعافه واكب نزله واسق مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما ينقى الثوب الأبيض من الدنس. اللهم أبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه. اللهم ادخله الجنة وأعذه من عذاب القبر وفتنته ومن عذاب النار. اللهم تقبل حسناته وتجاوز عن سيئاته وأعل درجته في الجنة وافتح له بابا من الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ولوالدينا يا غافر
ഒരു നേതാവായിരുന്നു ബഹുമാന്യനായ CH മൊയ്തു മാസ്റ്റർ. മമ്മാജിയുടെ എല്ലാ നിലക്കുമുള്ള പുരോഗമന വികസന പ്രവർത്തനങ്ങളിലും പൊതുപ്രവർത്തനങ്ങളും ഒപ്പിയെടുത്ത ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ മറക്കാനാവാത്ത ഒരു ദേഹമാണ് CH മൊയ്തു മാസ്റ്റർ. നമ്മുടെ പ്രിയപ്പെട്ട കരീമിൻ്റെ പൊതുപ്രവർത്തന രംഗത്തെ വഴികാട്ടിയും മാർഗദർശിയുമായിരുന്നു CH മൊയ്തു മാസ്റ്റർ. മൊയ്തു മാസ്റ്റർ നമ്മുടെ പ്രദേശത്തും അതുപോലെ തന്നെ അയൽ പ്രദേശങ്ങളിലും വികസനത്തിൻ്റെ പാത വെട്ടിത്തുറന്ന് അതിനുവേണ്ടി നിരവധി ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സങ്കടപ്പാടും ഒക്കെ വഹിച്ച് ദിവംഗതനായി പോയിട്ടുള്ള ഒരു നേതാവും പൊതുപ്രവർത്തനവുമാണ്. മൊയ്തു മാസ്റ്ററുടെ വിയോഗം നമ്മുടെ പ്രിയപ്പെട്ട കരീമിനടക്കം വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത്. 2001 മാർച്ചിൽ മൊയ്തു മാസ്റ്റർ ഇവിടെ പറഞ്ഞപ്പോൾ നമ്മുടെ പ്രദേശത്ത് വലിയ ശൂന്യത സൃഷ്ടിക്കപ്പെട്ടിരുന്നു. മൊയ്തു മാസ്റ്ററുടെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ ഉടനെ മൊയ്തു മാസ്റ്ററെ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന കുറച്ച് പേർ കരീമിൻ്റെ നേതൃത്വത്തിൽ ഒത്തുകൂടുകയും മൊയ്തു മാസ്റ്ററുടെ സ്മരണ അനശ്വരമാക്കുന്നതിന് വേണ്ടി കരിയാട്ട് നമുക്കൊരു രമ്യ ഹർമ്മം പടുത്തുയർത്തണം എന്ന് തീരുമാനിക്കുകയുണ്ടായി. ആ തീരുമാനത്തിന് മുന്നിൽ ഉറച്ചു നിൽക്കുകയും ആ തീരുമാനത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിനുള്ള പ്രേരക ഘടകം പ്രിയപ്പെട്ട കരീമായിരുന്നു. അന്ന് കരിയാട് എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ നമ്മൾ ഈ കാണുന്ന വലിയ സൗധം പടുത്തുയർത്തുക എന്നുള്ളത് ഒരു വലിയ സ്വപ്നമാണ്. കരിയാട് പ്രദേശത്ത് ഇതുപോലെയുള്ളൊരു ഓഡിറ്റോറിയം പണിയുക എന്ന് പറയുമ്പോൾ പലരും അതിനെ വലിയ ആശങ്കയോടുകൂടിയാണ് കണ്ടിരുന്നത്. പക്ഷേ കരീമിൻ്റെ മനസ്സിൽ ഒരചഞ്ചലമായ വിശ്വാസവും ദൃഢതയും ഉണ്ടായിരുന്നു. കമ്മിറ്റി അംഗങ്ങളായ ഞങ്ങളിൽ പലരും പല മീറ്റിങ്ങുകളിലും ആശങ്കകൾ പ്രകടിപ്പിച്ചപ്പോൾ അതൊന്നും വകവെക്കാതെ പ്രിയപ്പെട്ട കരീം മൊയ്തു മാസ്റ്ററുടെ പേരിലുള്ള നാമധേയത്തിലുള്ള ഓഡിറ്റോറിയം കരിയാട് പടുത്തുയർത്തിയിട്ട് അടങ്ങൂ എന്നുള്ള നിലയിൽ അതിനുവേണ്ടി അവിശ്രമം അഹോരാത്രം പാടുപെടുകയായിരുന്നു, പണിയെടുക്കുകയായിരുന്നു. കരീമും നമ്മുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് PV സൈനുദ്ദീനും നിരവധി രാജ്യങ്ങളിൽ പര്യടനം നടത്തി നമ്മുടെ ഈ മൊയ്തു മാസ്റ്ററുടെ പേരിലുള്ള സ്മാരകം പടുത്തുയർത്തുന്നതിന് വേണ്ടി അവിശ്രമം പരിശ്രമിച്ചു. ഞങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ സൗധത്തിന് വേണ്ടി സഹായിച്ചവർ നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ളവർ വളരെ കുറവാണ്. കാസർഗോഡ്, മലപ്പുറം, പാലക്കാട്, വയനാട് തുടങ്ങിയ ജില്ലകളിലെ ഒരുപാട് സുമനസ്സുകൾ അകമഴിഞ്ഞ് സഹായിച്ചു. ആ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത ഒട്ടനവധി മുഖങ്ങൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി സഹായിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊരുൾ കരീമിലുള്ള വിശ്വാസമായിരുന്നു. പ്രിയപ്പെട്ട കരീം ദുബായിൽ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ KMCCയുടെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സന്ദർഭത്തിലുള്ള പരിചയവും ബന്ധത്തിൻ്റെയും പേരിൽ ഒരാൾ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നേതാവിനൊരു സ്മാരകം പണിയുന്നുണ്ട്, നിങ്ങൾ സഹായിക്കണമെന്ന് പറയുമ്പോൾ അവർ കണ്ണും പൂട്ടി കരീമിനെ സഹായിക്കുകയാണ്. ആ രീതിയിൽ കരീമിൻ്റെ അവിശ്രമമായ കഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടുള്ള ഈ സൗധത്തിലാണ് നമ്മളിരിക്കുന്നത്. ഈ ചുമരുകൾക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ
കരീം നടത്തിയ പ്രവർത്തനങ്ങൾ വിളിച്ചു പറയുന്നുണ്ടാകും. ഈ സൗധം അതിന് ജീവനുണ്ടെങ്കിൽ കരീമിൻ്റെ വേർപാടിൽ വേദനിക്കുന്നുണ്ടാവും. ആ രീതിയിൽ മൊയ്തു മാസ്റ്റർ മെമ്മോറിയൽ സൊസൈറ്റിയും ഓഡിറ്റോറിയവും കരീമുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കരീം നമ്മോട് ഇവിടെ പറഞ്ഞത്. ഇന്നേക്ക് ഒരാഴ്ച തികയുകയാണ്. അതിനിടയിൽ തന്നെ ഇതുപോലെ ഒരു വലിയ അനുസ്മരണ സമ്മേളനം നടത്തുന്നതിന് വേണ്ടി ഇതിൻ്റെ ഭാരവാഹികൾ ആലോചിച്ചത്. കൂടുതൽ അവദാനങ്ങൾ, കരീമിൻ്റെ അവദാനങ്ങൾ പറയാൻ ഞാൻ അശക്തനാണ്, ദുർബലനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഞങ്ങൾ ക്ഷണിച്ചത് കരീമുമായി ഹൃദയബന്ധമുള്ളവരെയാണ്. ആ ഹൃദയബന്ധമുള്ളവർക്ക് കരീമിനെക്കുറിച്ച് ഒരുപാട് നന്മകൾ, ഓർമ്മകൾ പങ്കുവെക്കാനുണ്ടാകും. അതുകൊണ്ട് ഞാൻ സമയം കവരുന്നില്ല. സാമൂഹ്യ സാംസ്കാരിക വികസന രംഗങ്ങളിലൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ഇവിടെ സൂചിപ്പിച്ച പോലെ CH മൊയ്തു മാസ്റ്റർ ഓഡിറ്റോറിയം നിർമ്മിക്കാൻ ഒക്കെ തന്നെ അതിന് ആരുടെയൊക്കെ തന്നെ സഹായങ്ങൾ വേണോ അതൊക്കെ തന്നെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്ത കരീം ഭായി വല്ലാത്തൊരു വേദനയോടുകൂടിയാണ് ഏകദേശം ഒരു 3-3:30 മണിക്ക് 3:45 മണിക്ക് അങ്ങനെ ഈ വിവരം പറഞ്ഞത്. ഞങ്ങളൊരു യോഗത്തിലായിരുന്നു. പിന്നീട് യോഗം നിർത്തിവെച്ച് നേരെ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എല്ലാവരും മരിക്കും, എല്ലാവരുടെയും മരണവുമുണ്ട്. ഒക്കെ തന്നെ നമ്മുടെ ദുഃഖത്തിലാണ്. പക്ഷേ കരീം ഭായിയെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത വിടവാങ്ങലായിപ്പോയി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മരണം. അത് ഏറെ ദുഃഖത്തിലാഴ്ത്തി എന്ന് പറയുമ്പോൾ അത് അതിശയോക്തിയായിട്ടല്ല കാണുന്നത്. ഏത് മരണവും നമുക്ക് ദുഃഖം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തെ ഞാൻ പറഞ്ഞില്ലേ, വികസന പ്രവർത്തനങ്ങൾ ഏത് കാര്യത്തിലായാലും അത് നേടിയെടുത്ത് സാധിപ്പിച്ച് അതിൻ്റെ പൂർത്തീകരണം കണ്ടിട്ട് മാത്രമേ കരീംക്ക മുന്നോട്ട് പോയിട്ടുള്ളൂ. അതിന് ആരോട് വേണ്ടിക്കലും ഏത് വിധത്തിലും അതിനുവേണ്ടി യാചിക്കാൻ പോലും കരീം തയ്യാറാണ്. അങ്ങനെയുള്ള കാര്യം നമ്മൾ നാടിൻ്റെ വികസനത്തിന് വേണ്ടി, അതുപോലത്തെ സാമൂഹ്യ പ്രവർത്തനം, അന്യരെ സഹായിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ തന്നെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നാട്ടുകാർക്കും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാവർക്കും വളരെ വേദനാജനകമാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശൈലിയും ഏത് എതിർപ്പുകൾ ഉണ്ടായാലും അതിനെയൊക്കെ തന്നെ വളരെ ലളിതമായി കണ്ടുകൊണ്ട് എന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. ലളിതമായി കണ്ടുകൊണ്ട് അതൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് അത് പുറത്തു കാണിക്കാതെ എല്ലാം നല്ല നിലയിലേക്ക് എത്തണം എന്നൊരാഗ്രഹത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയ യഥാർത്ഥ രാഷ്ട്രീയക്കാരനായിരുന്നു എന്നെ കരീം ഭായി. അത് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് എന്ന് പറയാനും സാധ്യമല്ല. അങ്ങനെ നല്ല അർത്ഥത്തിൽ എല്ലാവരോടും നല്ല പെരുമാറ്റം, ആ പെരുമാറ്റത്തിലൂടെ എല്ലാം സാധിപ്പിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് പോകുക. വിദ്യാഭ്യാസ കാര്യത്തിലായാലും സാമൂഹ്യ കാര്യത്തിലായാലും മറ്റ് സാംസ്കാരിക കാര്യത്തിലായാലും വികസന രംഗത്താണെങ്കിൽ കുറേ കൂടി മുന്നോട്ട് പോയിക്കൊണ്ട് ഒക്കെ തന്നെ പ്രവർത്തിച്ച കരീം ഭായിയുടെ നിര്യാണം ഈ നാടിനും നാട്ടാർക്കും ഏറ്റവും നഷ്ടം തന്നെയാണ്. ആ നഷ്ടത്തിൽ ഞാനും പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തോടുള്ള ഓർമ്മകൾക്ക് മുമ്പിൽ 1000 ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആബിദ്ക്ക അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു തവണ വന്നു. ഇത് എന്നെ കരീം സാഹിബാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയതിനപ്പുറത്തേക്ക് പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണശേഷം പല അനുസ്മരണ കുറിപ്പുകളിൽ നിന്നും ഒപ്പം ഇവിടെ ഒഴുകിയെത്തിയ ജനാവലിയിൽ നിന്നും അദ്ദേഹം ഒരു മാന്യനും മനുഷ്യത്വമുള്ളൊരു നേതാവായിരുന്നു എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മുനിസിപ്പൽ കൗൺസിലറും ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു നിശബ്ദനായ സംഘാടകനായിരുന്നു എന്നെ കരീം. അദ്ദേഹത്തിൻ്റെ പേര് പരിചിതമല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിന് മുന്നിൽ 2 അക്ഷരം തലശ്ശേരിക്കാർക്കൊക്കെ അറിയാം. എന്നെ എന്ന 2 അക്ഷരം. കാരണം അത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിലെ 2 അക്ഷരമാണ്. എന്നെ മമ്മു ഹാജിയുടെ ഒരുപക്ഷെ തീർത്തും യാദൃച്ഛികമാവാം.
ഇദ്ദേഹത്തിൻ്റെ സംസ്കാരം നടന്ന അന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മാനേജറായ സ്കൂളിൻ്റെ ഒരു ചടങ്ങിൽ സൈനുദ്ദീൻ വക്കീലിൻ്റെ കൂടെ ഞാൻ പങ്കെടുത്തത്. സ്ട്രേഞ്ച് കോയിൻസിഡൻസ് എന്ന് പറയാം. അവിടെ സ്കൂളിനകത്ത് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പം കെ സാഹിബിൻ്റെയും ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും ഫോട്ടോ ഞാൻ അവിടെ കണ്ടിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മരണാനന്തരം വന്ന അനുസ്മരണ കുറിപ്പുകളിൽ എല്ലാവരും അതിൽ പാർട്ടികൾക്കപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളോ പ്രവർത്തകരോ മാത്രമല്ല, CPIഎമ്മിൻ്റെ നേതാക്കളും പ്രവർത്തകരും അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് കുറിപ്പിട്ടിരുന്നു. ശൈലജ ടീച്ചറുടെ കുറിപ്പുണ്ടായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ കൗൺസിലിനകത്ത് പ്രവർത്തിച്ച അനുഭവം കൊണ്ടായിരിക്കാം CPIഎമ്മിൻ്റെ പാനൂരിലെ നേതാവ് വൈജുവിൻ്റെ കുറിപ്പ് ഞാൻ വായിച്ചു, സുധീർ കുമാറിൻ്റെ കുറിപ്പ് ഞാൻ വായിച്ചു. CPIഎമ്മിൻ്റെ നേതാക്കളോട് സംസാരിച്ചു. അവിടെ ഓടിയെത്തിയ ജനാവലി രാഷ്ട്രീയത്തിനപ്പുറത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിൽ, അദ്ദേഹത്തിൻ്റെ അനുശോചന സമ്മേളനത്തിലെല്ലാം വളരെ വൈകിയും ഇത്രയും ആളുകൾ ഇവിടെ അച്ചടക്കത്തിൽ ഇരിക്കുന്നുവെങ്കിൽ അതെന്നെ കരീം എന്ന മനുഷ്യൻ നിങ്ങൾ സ്നേഹിച്ചിരുന്നതിൻ്റെ സൂചനയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു കരിസ്മയുണ്ടായിരുന്നു. ആ കരിസ്മ ജനങ്ങളെ സ്വാധീനിക്കാനും അദ്ദേഹത്തിലേക്ക് ആകർഷിക്കാനുമുള്ള കരിസ്മയുണ്ടായിരുന്നു. ആ കരിസ്മയാണ് 4 മണിക്ക് തുടങ്ങിയ അനുശോചന സമ്മേളനത്തിന് ഈ ഒരു പ്രാർത്ഥനാപൂർവ്വം വന്ന നിങ്ങളുടെ സംഗമത്തിൽ ഇപ്പോഴും ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുന്നത്. എന്നെ കരീം ഒരു തലശ്ശേരിയിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ബന്ധമാണ്. അദ്ദേഹം KMCCയുടെ ദുബായ് ചാപ്റ്ററിൻ്റെ സെക്രട്ടറി ആയിരുന്നു. നല്ലൊരു മനുഷ്യസ്നേഹിയായിരുന്നു. ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം പോലും നിങ്ങൾക്കറിയാം, ഒരു പള്ളിയിലൊരു ചടങ്ങിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുവാണ് അദ്ദേഹത്തിന് അസുഖം ബാധിച്ചത്. അദ്ദേഹത്തിൻ്റെ നഷ്ടം ഇന്ത്യൻ മുസ്ലിം ലീഗിന് മാത്രമല്ല, അദ്ദേഹം കരിയാടിനും പാനൂരിനും ഒരു നഷ്ടമാണ്. ഏത് രാഷ്ട്രീയത്തിനും മതത്തിനും അപ്പുറത്ത് ഏതൊരാൾ വന്ന് ചോദിച്ചാലും സഹായിക്കാനുള്ള മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു ശ്രീ എന്നെ കരീമിൻ ഞാൻ കണ്ടത്. ബഹുമാന്യനായ മുഖ്യമന്ത്രി അന്ന് അദ്ദേഹം തലശ്ശേരിയിൽ 7-ാം തീയതി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിങ്ങനെ എന്നെ മമ്മുഹാജിയുടെ മകൻ മരിച്ചിട്ടുണ്ട് വിജയേട്ടാ. അദ്ദേഹം ഉടൻ പറഞ്ഞു, എന്നാൽ പിന്നെ ആരെയും കിട്ടുമോ നോക്ക്. മമ്മുഹാജിയുടെ മകൻ മരിച്ചു. ഞാൻ ചോദിച്ചു, മമ്മുഹാജിയും അദ്ദേഹവും ഒന്നിച്ച് നിയമസഭയിലുണ്ടായ ആളാണ് എങ്കിൽ നീ അദ്ദേഹത്തിൻ്റെ മകൻ അങ്ങനെയാണ്. ഞാൻ നേരത്തെ തന്നെ, കാരണം എനിക്കറിയാം മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ അദ്ദേഹം വിളിക്കാൻ പറയും. അതുകൊണ്ട് ഞാൻ സൈനുദ്ദീൻ വക്കീലിനോട് അദ്ദേഹത്തിൻ്റെ മകൻ്റെയോ മറ്റോ നമ്പർ ഞാൻ ആദ്യം വാങ്ങിച്ചു വെച്ചിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ മകനുമായി സംസാരിച്ചു. അപ്പം അത് കാണിക്കുന്നത് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള, ജനങ്ങളെ സ്നേഹിച്ചിരുന്ന, ജനങ്ങളോട് ഈ പ്രശ്നങ്ങൾക്കകത്ത് രാഷ്ട്രീയത്തിനപ്പുറത്ത് ഇടപെട്ടിരുന്ന, രാഷ്ട്രീയമോ മതമോ നോക്കാതെ വിഷയത്തിലിടപെട്ട ഒരു പൊതുപ്രവർത്തകനായിരുന്നു ശ്രീ എന്നെ കരീം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വീടിൽ, അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൽ, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണാൻ ഒത്തുകൂടിയവരിൽ എല്ലാ വിഭാഗവും ഉണ്ടായിരുന്നു. നിറഞ്ഞ ജനാവലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കാരത്തിൽ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനങ്ങൾ സ്നേഹിച്ചിരുന്ന, ജനങ്ങളെ സ്നേഹിച്ചാൽ തിരിച്ചും ജനങ്ങൾ സ്നേഹിക്കുമെന്നൊരു തെളിവായിരുന്നു ശ്രീ എന്നെ കരീമിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ജനാവലി. ഞാൻ പിറ്റേന്നാണ് എത്തിയത്. അന്നും ജനങ്ങൾ ഒഴുക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തെ കുടുംബത്തെ അനുശോചനം അറിയിക്കാൻ ഞാൻ പിറ്റേന്നെത്തി. സംസ്കാരം കഴിഞ്ഞ പിറ്റേന്ന് ഞാൻ എത്തിയത്. അന്നും ജനങ്ങൾ ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി ഇവിടെ ഒഴുകിയെത്തി എന്നുള്ളതാണ് അങ്ങനെയൊരു പ്രത്യേകത. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മരണം അകാലത്തിലെന്ന് പറയാം. വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു അദ്ദേഹം അസുഖം ബാധിച്ച് കടന്നുപോയിട്ടൊന്നുമില്ല. ഒരു വളരെ അപ്രതീക്ഷിതമായി മരണം, രംഗബോധമില്ലാത്ത കോമാളി എന്ന് നമ്മൾ വിളിക്കും. അക്ഷരാർത്ഥത്തിൽ ഈ ഒരു കാര്യത്തിൽ വളരെ കൃത്യമായിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. സോഷ്യൽ മീഡിയ വാളുകളിൽ, വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ എല്ലാം ഇദ്ദേഹത്തിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു കണ്ടത്. അദ്ദേഹം നല്ല മനുഷ്യസ്നേഹിയായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ നല്ലൊരു സംഘാടകനും പ്രവർത്തകനുമായിരുന്നു. അതോടൊപ്പം തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു. പള്ളി കമ്മിറ്റികളിൽ സജീവമായി ഇടപെട്ട, തൻ്റെ വിശ്വാസവും തൻ്റെ ആദർശവും തൻ്റെ രാഷ്ട്രീയവും എല്ലാം ഒരുപോലെ സമന്വയിപ്പിച്ചു കൊണ്ടുപോയ ഒരു നല്ല വ്യക്തിത്വത്തിനോട് ഒരു ബഹുമുഖ പ്രതിഭ, ഒപ്പം തൻ്റെ ബിസിനസ് കാര്യങ്ങളും നല്ല രീതിയിൽ ശ്രദ്ധിച്ച ഒരു ബഹുമുഖ പ്രതിഭ മുസ്ലിം ലീഗിന് നഷ്ടമായിരിക്കുകയാണ്. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കാണ് നഷ്ടമെങ്കിൽ കരിയാടിനെ സംബന്ധിച്ചിടത്തോളം കരിയാട് വില്ലേജിലെ ജനങ്ങൾക്കാകെ ഒരു നഷ്ടമാണ്. ഏത് കാര്യത്തിനും എപ്പോഴും ഓടിയെത്തിയാൽ അതിന് പരിഹാരമുണ്ടാക്കി തരുന്ന ഒരു നല്ലൊരു വ്യക്തിയാണ് മുസ്ലിം ഇവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ വൈകിയ വേളയിലും ജനങ്ങൾ ഒത്തുകൂടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നഷ്ടത്തിൽ
അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ പാർട്ടി എല്ലാം ചേർന്നൊരു അനുസ്മരണ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുമ്പം അതിൽ പങ്കെടുക്കുക എന്നുള്ളതൊരു പൊതുപ്രവർത്തനം നൽകേണ്ട എൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ് ഞാൻ വൈകിയാണെങ്കിൽ ഓടിയെത്തിയത്. ഈ ചടങ്ങിൽ ഈ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ദുഃഖിക്കുന്ന കുടുംബത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ വേദനിക്കുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞാനും കണ്ണിചേരുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ പാണ്ഡ്യശാല ഞങ്ങൾ അഭിവർഷിച്ചത്. കരീമിൻ്റെ ഓർമ്മകളിലാണ് ഈ സദസ്സ്. സർവശക്തനായ നാഥൻ മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മരണം എല്ലാവർക്കും നേരിടേണ്ടി വരും. എന്നാലും ചില മരണങ്ങളൊക്കെ മനസ്സിൽ വല്ലാതെ നൊമ്പരപ്പെടുത്തും, വലിയ ഷോക്കായി തന്നെ അനുഭവപ്പെടും. കരീമിൻ്റെ വിയോഗം അത്തരത്തിലുള്ളൊരു ഷോക്കായാണ് അനുഭവപ്പെട്ടത്. ദീർഘകാലമുള്ള സ്നേഹബന്ധം പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലുമൊക്കെ പാർട്ടി പ്രവർത്തനങ്ങളുമായി നടക്കുന്ന കാലം തൊട്ട് നല്ല പിന്തുണയും പിൻബലവും പ്രോത്സാഹനവും ഉത്തേജനവും നൽകിയ വ്യക്തിയായാണ് ഞാൻ കരീമിനെ കാണുന്നത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്ന കാലം, ചന്ദ്രികയിൽ ജോലി ചെയ്ത കാലം, ഈ കാലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പിതാവുമായി എനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. പത്രജോലിയിലും എഴുത്തിലും എന്നെയും മമ്മു മാഷ് പ്രത്യേകമായ വഴികാട്ടിയാണ് ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടത്. കരീമാണെങ്കിൽ എപ്പോഴും ഫോണിൽ ബന്ധപ്പെട്ട് ക്ഷേമങ്ങളും കാര്യങ്ങളുമൊക്കെ അന്വേഷിക്കുന്ന കൂട്ടത്തിലൊരാളാണ്. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുകയാണ്, തെരഞ്ഞെടുപ്പ് കാലമൊക്കെ വരുമ്പോൾ ഒരുപാട് തവണ കരീം വിളിക്കും. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പറയും, എവിടെയെങ്കിലും ഉണ്ടാകുമല്ലോ എന്നാണ് ചോദിക്കാറ്. അത്രയും ആത്മബന്ധം സൂക്ഷിച്ചുള്ള ഒരടുപ്പമാണ് എനിക്ക് അദ്ദേഹവുമായി ഉണ്ടായിരുന്നത്. രാഷ്ട്രീയ വിഷയങ്ങളായാലും കാലിക സംഭവ വികാസങ്ങളായാലും അതിലെല്ലാം തന്നെ അന്വേഷണത്തോടു കൂടിയുള്ള വിളികളും അദ്ദേഹത്തിൽ നിന്ന് എപ്പോഴും ഉണ്ടാകാറുണ്ട്. സംഘടനാ തലത്തിലുള്ള പ്രശ്നങ്ങൾ, സംഘടനകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, മതവിഷയങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, മതസംഘടനകളുമായി ഉണ്ടാകുന്ന വിഷയങ്ങൾ, ഇതിലൊക്കെ ആകുലപ്പെട്ടുകൊണ്ടായിരിക്കും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വിളി വരാറ്. അതെങ്ങനെ മൊത്തത്തിൽ സമുദായത്തിനെ ബാധിക്കും എന്നതാണ് ആകുലതയുടെ അടിസ്ഥാനം. സമൂഹത്തെ ഒന്നായി കാണുക, സ്നേഹവാത്സല്യത്തോടു കൂടി എല്ലാവരും ജീവിച്ചു പോവുക, തെറ്റിദ്ധാരണകളും തെറ്റിദ്ധരിപ്പിക്കലുമൊക്കെ ഇല്ലാത്ത രൂപത്തിലുള്ളൊരു നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു കരീം. എല്ലാ വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് കാലിക വിഷയങ്ങളിൽ
സ്വീകരിക്കപ്പെടുന്ന ഒരുപക്ഷെ സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകളെക്കുറിച്ചുള്ള സംശയം അദ്ദേഹം ചോദിക്കാറുള്ളത്. അപ്പോഴും സംഘടനാ തലത്തിൽ അതിൻ്റെ അഭിപ്രായത്തോട് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെ പ്രയാസങ്ങൾ അകറ്റാനുള്ള ശ്രമം അദ്ദേഹം നടത്താറുണ്ട്. കരീമിനെ നേരിട്ട് അനുഭവിച്ചവരാണ് നിങ്ങൾ. ചെറുപ്പം മുതൽ നേരിട്ട് കണ്ട് ആ കുടുംബവുമായി ബന്ധപ്പെട്ടവർ. ആരായിരുന്നു കരീം എന്നുള്ളതിനെ സംബന്ധിച്ച് ദീർഘമായി ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഓരോ പ്രദേശത്തും ഇതുപോലെ ചിന്തിക്കുന്ന, ഇതുപോലെ കാര്യങ്ങൾ കാണുന്ന ഒരു വ്യക്തി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ആ പ്രദേശത്തിൻ്റെ ഒരു നന്മയായി മാറും, സമാധാനമായി അത് രേഖപ്പെടുത്തും. ജീവിതത്തിൽ പല സ്വഭാവങ്ങളുള്ളവർ നമുക്കറിയാം. ചിലർക്ക് വിഷയങ്ങളിൽ എളുപ്പം ഇടപെടാനും അത് പരിഹരിക്കാനും കഴിയും. മറ്റു ചിലർക്ക് വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അത് എങ്ങനെയൊക്കെ കത്തിക്കാൻ കഴിയും ആ രൂപത്തിലേക്കൊക്കെ തന്നെ നിന്നുകൊണ്ട് റിമോട്ടിൽ പ്രവർത്തിക്കുന്നവരും ഉണ്ടാകും. സമൂഹത്തിൻ്റെ പരിച്ഛേദമായി എല്ലാ പ്രദേശങ്ങളിലും ഇതുണ്ടാകും. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നാടായാലും പ്രദേശമായാലും മഹല്ലായാലും സ്വന്തം വരുതിയിൽ വരുന്ന സ്ഥലങ്ങളായാലും അവിടെയൊക്കെ ശാന്തമായി സമാധാനപരമായി തന്നെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതിനുവേണ്ടിയുള്ള സംസാരം, അതിനുവേണ്ടിയുള്ള ഇടപെടൽ, അതിനുവേണ്ടിയുള്ള പെരുമാറ്റം അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി സ്വീകരിച്ചിരുന്നു എന്ന് കരീമിൻ്റെ കാര്യത്തിൽ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയും. അതാണ് എൻ്റെ അനുഭവം. അടുത്തതായി നിങ്ങളുമായി സംസാരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ പ്രിയപ്പെട്ട എൻ ഹരിദാസ്. നമുക്കൊക്കെ പ്രിയങ്കരനായിട്ടുള്ള സ്വർഗീയ കരീം സാഹിബിൻ്റെ അദ്ദേഹത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കർമ്മപഥത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ട് പോയിട്ടുള്ള വിഷയങ്ങളെപ്പറ്റി വളരെ ആധികാരികമായിട്ട് അദ്ദേഹമായിട്ട് ദീർഘകാലത്ത് അനുഭവമുള്ള ആളുകൾ ഇവിടെ വിവരിച്ചു കഴിഞ്ഞു. എന്നെക്കാളും കൂടുതൽ അദ്ദേഹവുമായി ഇടപഴകിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രയാസത്തിലും സന്തോഷത്തിലും എല്ലാത്തിനും അദ്ദേഹത്തെ മനസ്സോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം LP സ്കൂളിലെ അധ്യാപകനായതിനു ശേഷം KMCCയുടെ സെക്രട്ടറിയായും CHSൻ്റെ സെക്രട്ടറിയായും പൊതുരംഗത്ത് പ്രവർത്തിച്ചിട്ട് എല്ലാവിധ ആളുകളുമായിട്ട് വളരെയേറെ ഹൃദയബന്ധമുണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു കരീം സാഹിബ്. അദ്ദേഹവുമായി പരിചയപ്പെട്ട ആളുകൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്നതോടൊപ്പം തന്നെ പരിചയപ്പെടുന്ന വേളയിൽ അദ്ദേഹം ദീർഘനേരം സംസാരിക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ജനിച്ചാൽ ഒരു ദിവസം നമ്മളൊക്കെ മരിക്കും. പക്ഷെ മരിക്കുന്നവരെ ഇങ്ങനെ ഓർമ്മിക്കുന്നത് അപൂർവം ആളുകൾക്ക് മാത്രമാണ്. കാരണം നമ്മളൊക്കെ ഒരു താൽക്കാലിക വിസിറ്റിംഗ് വിസ എടുത്ത് വന്നവരാണ്. ആ കാലയളവിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് സമൂഹത്തിൽ നമ്മളെ അടയാളപ്പെടുത്തുന്നത്. എല്ലാ ആളുകളെയും ചേർത്ത് പഠിക്കുക. എനിക്ക് തോന്നുന്നു കരീം സാഹിബിൻ്റെ ഏതെങ്കിലും വിസത്തിൻ്റെ ഇടയിൽ കെട്ടിവെക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം പ്രതിനിധാനം ചെയ്തിട്ടുള്ള പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരിക്കാം, പക്ഷേ അതിനപ്പുറത്തായിട്ട് അദ്ദേഹം നന്മ നിറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. സമൂഹത്തിലെ എല്ലാവരെയും ഒന്നായി കാണാനും തൻ്റെ പൊതുമണ്ഡലത്തിലെ ആളുകളെ ചേർത്ത് പിടിക്കാനും അവരുടെ പ്രയാസവും ദുഃഖവും അകറ്റുന്നതിന് വേണ്ടി തൻ്റെ സ്വജീവിതം സമർപ്പിച്ച വ്യക്തിയായിരുന്നു.
കാരണം വയനാട്ടിലൊരു ദുരന്തമുണ്ടായപ്പോൾ സ്വന്തം വാർഡിലെ ജനങ്ങളോട് പറഞ്ഞിട്ട് അവിടെ ഒരു വീടെങ്കിലും എനിക്ക് വെച്ചു കൊടുക്കാൻ സാധിക്കണമെന്നതുകൊണ്ട് തന്നെ ആ ചൂരൽമലയിൽ ഒരു വീട് വെച്ചു കൊടുക്കാൻ അക്ഷീണം പ്രവർത്തിച്ചു. അതുപോലെ സ്വന്തം വാർഡിൽ 21-ാം വാർഡിൽ ഞാൻ നമ്മുടെ ആളുകൾ എന്നോട് പറഞ്ഞത് ഒരു അംഗവൈകല്യമുള്ള ഒരു യുവതി സഹോദരിക്ക് വേണ്ടിയിട്ടൊരു വീട് വെക്കണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുക മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി തുടക്കം മുതൽ അവസാനം വരെ ആ മുഴുവൻ ആളുകളെയും ബന്ധപ്പെടുകയും അതിനുവേണ്ടി പണം സമാഹരിക്കുകയും ആ സഹോദരിക്ക് വീട് വെച്ചു കൊടുക്കുകയും ചെയ്തു. പലപ്പോഴും പാനൂരിൽ ഇപ്പോൾ ചുരുങ്ങിയ കാലത്ത് നമുക്കറിയാം കൗൺസിലറായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയപ്പോൾ അവിടെ വെച്ച് കണ്ടപ്പോൾ പലപ്പോഴും സംസാരിക്കാൻ ചിരിച്ച മുഖവുമായിട്ടാണ്, ഒരിക്കലും ഒരു പ്രസന്നവതനായിട്ടാണ് അദ്ദേഹത്തെ കാണാൻ സാധിക്കുക. ആരോട് സംസാരിക്കുമ്പോഴും അതിന് പ്രായവ്യത്യാസമില്ല, അതിൽ പാവപ്പെട്ടവനോ പണക്കാരനോ ഒന്നും വ്യത്യാസമില്ല, അതിൽ മതത്തിൻ്റെയോ ഇസത്തിൻ്റെയോ വ്യത്യാസമില്ല. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുക എന്നത് പറയുന്നത് അത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. അതൊക്കെ ദൈവം തമ്പുരാൻ്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് 2 അനുസ്മരണ യോഗം കഴിഞ്ഞിട്ടും ഇത്രയധികം ആളുകൾ സ്വാഭാവികം കേട്ടതെന്നെ കേൾക്കാൻ വരുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ പേരും പ്രവർത്തനവും മനസ്സിലൊരു ബിംബമായി കൊണ്ടു നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മറക്കാൻ പറ്റാത്ത, മൺമറഞ്ഞു പോയാലും മറക്കാൻ പറ്റാത്ത മുഖം തൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചത് കൊണ്ടാണ് ഓരോ അനുസ്മരണ യോഗത്തിലും ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്നത്. നമുക്കറിയാം കുറേ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നു. പലരും അവരുടെ പേരെടുക്കാനും അവരുടെ പ്രസ്ഥാനത്തിൻ്റെ പേരെടുപ്പിക്കാനും പല നാവുകളിലുള്ള പല അക്ഷരങ്ങളും വിളിച്ചു പറയുമ്പോൾ, പലതും വിളിച്ചു പറഞ്ഞ് പ്രശസ്തി നേടാൻ ശ്രമിക്കുമ്പോഴൊക്കെ നിശബ്ദനായി നിന്നുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ദൗത്യം, തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന് എന്തു വേണ്ടിയിട്ടാണോ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, ഞാൻ ചെയ്യേണ്ട കർത്തവ്യം എന്താണ്, കടമ എന്താണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി ഈ സമൂഹത്തിൽ എന്നെ അർപ്പിതമായ കർത്തവ്യം ഈ സമൂഹത്തെ ചേർത്ത് പിടിക്കുക, ഈ പ്രദേശത്തെ ചേർത്ത് പിടിക്കുക, അവിടെ ഭാവവ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, ജാതിമത ചിന്തയില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുക എന്നത് അതിൽ പടച്ചവൻ്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. അങ്ങനെയുള്ള അനുഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു സ്വർഗീയ കരീം സാഹിബ് എന്ന് പറയുന്നതിന് ഒരു വിഷമവുമില്ല. കാരണം അദ്ദേഹം നമുക്ക് അകാലത്തിൽ നഷ്ടപ്പെട്ടു പോയതാണ്. അദ്ദേഹത്തെ മകനുമായിട്ട് എനിക്ക് പലപ്പോഴും അടുത്ത കാലത്തായി ദീർഘമായിട്ടുള്ള ബന്ധമുണ്ട്. പലപ്പോഴും അമീത് ഖാൻ്റെ കൂടെ ലുലുവ് സാരീസിൽ വെച്ച് കരീം സാഹിബിനെ കാണുന്നു. അതിനുശേഷമാണ് പാനൂരിൽ വെച്ച് അദ്ദേഹത്തെ കാണുന്നതൊക്കെ എല്ലാ സുഖവിവരങ്ങളും ചോദിക്കുമ്പോൾ തൻ്റെ കുടുംബത്തിൻ്റെ പലപ്പോഴും സംസാരിക്കുമ്പം ഞങ്ങളോടൊക്കെ ചോദിക്കുന്നത് ആരൊക്കെയുണ്ട്, മക്കൾ എന്ത് ചെയ്യുന്നു, കുടുംബം എന്ത് ചെയ്യുന്നു, ഭാര്യ എന്ത് പറഞ്ഞത് തന്നെ പിന്നെ കണ്ടാലും അത് വീണ്ടും ചോദിക്കും, എങ്ങനെയുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം. അപ്പോൾ എങ്ങനെയായിരിക്കണം രാഷ്ട്രീയ പ്രവർത്തനം എന്നതിൻ്റെ ഉത്തമ മാതൃകയാണ് കരീം സാഹിബ്. അദ്ദേഹത്തെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്, അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ നമുക്ക് സമൂഹത്തിന് വലിയൊരു അടയാളപ്പെടുത്തിയിട്ടാണ് പോയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അദ്ദേഹം തുടങ്ങി വെച്ച പൂർത്തീകരിക്കാതെ പോയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പിന്തുടർന്നുകൊണ്ട് സമൂഹത്തിന് മാതൃകയായതുകൊണ്ട് അതിനെ പറ്റിയ നിരവധി ആളുകൾ വളർന്നു വരേണ്ടതുണ്ട്. നമ്മളൊന്നും ആലോചിച്ചോ ചിന്തിച്ചോ തീരുമാനിച്ചോ എടുക്കുന്ന ഒരു കാര്യങ്ങൾക്കും ഒരു പ്രസക്തിയുമില്ല എന്നുള്ള ചില യാഥാർത്ഥ്യങ്ങളിൽ നമ്മളെ ചിലപ്പോൾ ബോധ്യപ്പെടുത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. കാരണം കരീമിന് വേണ്ടി ഇങ്ങനെ ഒരു അനുസ്മരണം ഒരു 4, 5, 6 ദിവസം മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമുക്കങ്ങനെ ഒന്ന് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റില്ല. ഇപ്പം നമ്മളൊക്കെ തിരിച്ചു പോകേണ്ടവരാണ്. നമ്മുടെ ചെറിയ കാലയളവിലുള്ള ജീവിതം അത് നമ്മളെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്
നമ്മൾ സ്വയം ചിന്തിക്കേണ്ടത് ഇത്തരം ഘട്ടത്തിൽ. കരീമിൻ്റെ മരണം, നമ്മളിപ്പം മരണം എല്ലാ ദിവസവും നടക്കുക. ഞാൻ ഒരു XMLA എന്ന നിലയിൽ എൻ്റെ കുറ്റ്യാടി മണ്ഡലത്തിൽ ഒരു ദിവസം ഒരു 10-12 മരണം ഏതാണ്ട് ഉണ്ടാവും, മിക്കവാറും എല്ലാ പ്രദേശത്തും ഉണ്ടാവും. അങ്ങനെ 100 കണക്കിന് ആളുകൾ ഇങ്ങനെ മരിച്ചിങ്ങനെ പോവാണ്. പക്ഷെ ചില മരണം നമ്മൾ സ്ട്രൈക്ക് ചെയ്യും. പെട്ടെന്ന് ഒരു എന്താ പറയുക, ഒരു സ്തംഭനം, എന്താ പറയുക, നമുക്ക് ആലോചിക്കാൻ പെട്ടെന്ന് കണ്ണിലൊരു ഇരുട്ട് വരിക, ഒന്നും ആലോചിക്കാൻ പറ്റാതെ വരിക, സ്തബ്ധനായി പോവുക, സംസാരിക്കാൻ പറ്റാതെ വരിക. അങ്ങനെ ചില മരണങ്ങൾ. ഇപ്പോൾ കരീം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബന്ധുവല്ല, കുടുംബക്കാരനല്ല, ഒന്നുമല്ല. ഇപ്പോൾ വാപ്പ മരിക്കുമ്പോൾ അല്ലെ മക്കൾ മരിക്കുമ്പോൾ, അച്ഛൻ മരിക്കുമ്പോൾ അല്ലെ മക്കൾ ബന്ധുക്കൾ മരിക്കുമ്പോഴുണ്ടാകുന്നതിന് അതൊരു വേറെ തലന്ന് വെക്കുക. എന്നാൽ ഇത് കരീം നമ്മളുമായുള്ള ബന്ധം എന്താ, പൊതുപ്രവർത്തന രംഗത്തുള്ള ബന്ധമാണ്. ആ ബന്ധം ഇത്രയേറെ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ സ്തബ്ധരായി ഇരുന്ന് പോയിട്ടുണ്ട്. സാധാരണ ഇത്തരം വിഷയങ്ങൾ വിളിച്ച് എന്നെ ഇവിടുത്തെ വിഷയങ്ങളൊക്കെ പറയാം പോക്കറാണ്, നമ്മളെ കക്കാട്ട് പോക്കറാണ്. പക്ഷെ പോക്കർ എന്നെ വിളിച്ചില്ല. അപ്പം ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു, എന്തോ ഒരു വിവരം കേൾക്കുന്നല്ലോ, ശരിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം കട്ട് ചെയ്തു. പിന്നെ എന്നോട് പറഞ്ഞു, ഞാൻ ആരെയും വിളിച്ചില്ല, എനിക്ക് വിളിക്കാൻ സാധിച്ചില്ല. അപ്പോൾ കരീം ഉണ്ടാക്കിയെടുത്ത ഒരു സ്നേഹം, ബന്ധം, അത് അങ്ങനെ ഒരു എല്ലാവർക്കും സാധിക്കുന്നൊരു കാര്യമല്ല. നേരത്തെ ഇവിടെ പ്രസംഗിക്കുമ്പോൾ സൂചിപ്പിച്ചതുപോലെ ചിരിച്ചു കൊണ്ടല്ലാതെ കരീമിനെ നമ്മൾ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാനൊരു 3 പതിറ്റാണ്ടിന് മേലെ ബന്ധം അദ്ദേഹവുമായുണ്ട്. അത് ഞങ്ങൾ പൊതുപ്രവർത്തകരെന്ന നിലയിൽ KMCCയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് കൂടുതൽ അടുക്കുന്നത്. കരീമിനെ അറിയാം എന്നുള്ളതിലപ്പുറത്ത് കരീമുമായി അടുത്ത ബന്ധം, ഞാനവിടെ ഖത്തർ KMCCയുടെ ഒരു ഉത്തരവാദപ്പെട്ട ആൾ കരീം ഇവിടെ നമ്മുടെ ഇളയത്തിലുണ്ട്. അപ്പോൾ ഏതാണ്ട് 9-10 വർഷക്കാലം എന്തായിരുന്നു അവിടെ ദുബായിൽ. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ്. നമ്മൾ ഒരു ചെറിയൊരു കാര്യം ചെയ്താൽ അതിന് വലിയ പരസ്യം വരുന്നൊരു കാലഘട്ടമായി. എന്നാൽ അന്ന് സോഷ്യൽ മീഡിയ ഒന്നുമില്ല. അന്ന് മൊബൈൽ തന്നെ അത്ര വലിയങ്ങനെയൊന്നും ഒരു സമൂഹത്തിൽ ഇങ്ങനെ കൂടുതലായി ഉപയോഗിക്കുന്നൊരു കാലമല്ല. അന്ന് സേവന പ്രവർത്തനം ചെയ്താൽ കാര്യമായിട്ട് വലിയങ്ങനെ ആരും അറിയില്ല. അത് ആ ഒരു സർക്കിളിൽ മാത്രമേ അറിയൂ. അന്നൊരു ജീവിതം സമർപ്പിച്ചു, സ്വന്തം ബിസിനസ് പോലും മാറ്റിവെച്ചുകൊണ്ട് സമൂഹത്തിലെ പ്രയാസപ്പെടുന്നവരെ, കഷ്ടപ്പെടുന്നവരെ, ബുദ്ധിമുട്ടുന്നവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്, അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ജീവിതം സമൂഹത്തിന് വേണ്ടി നമ്മൾ പറയും ഇങ്ങനെ ആലങ്കാരികമായൊക്കെ, പക്ഷേ കൃത്യമായി സമൂഹത്തിന് വേണ്ടി അദ്ദേഹം ജീവിച്ചു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു കാരണവശാലും അത് അധികമാവില്ല, ഒരു വരി പോലും തെറ്റാവില്ല. അങ്ങനെ ജീവിച്ചതാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ഓഡിറ്റോറിയം പണിയാൻ എനിക്ക് തോന്നുന്നത് ഒരു 10-20-25 വർഷം മുമ്പ് ഖത്തറിൽ വന്നു. ഞാനിന്ന് ഖത്തറിലുണ്ട്. അപ്പം ഞാൻ പലരോടും ചോദിച്ചു, ഇങ്ങനൊരു ഓഡിറ്റോറിയം അവിടെ 10-25 വർഷം മുമ്പ് അതിനുള്ള സാധ്യത എന്താ അവിടെ? ഒരു കാരണവശാലും യാഥാർത്ഥ്യം അങ്ങനെയുണ്ട്. നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഇവിടെ ഒരു പ്രായോഗികമായി വരും എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നില്ല. അപ്പം പലർക്കും അത് തന്നെയായിരുന്നു. പിന്നെ ഏതായാലും കരീം വന്നല്ലോ, വക്കീലുണ്ട് കൂടെ. ആ വ്യക്തിബന്ധം അങ്ങനെയാണ് ഞങ്ങളെല്ലാം ഇതിനോട് അടുപ്പിക്കുന്നത്. അത് മുതൽ ഞാൻ അത്യാവശ്യം പല കാര്യങ്ങൾക്ക് വേണ്ടിയും ദുബായിൽ പോകുമ്പോൾ, ബിസിനസ് ആവശ്യാർത്ഥമൊക്കെ പോകുമ്പോൾ കരീമിൻ്റെ ആതിഥ്യം, കരീം ഏതെങ്കിലും നിലയിൽ തേടി പിടിച്ച് നമ്മൾ വിളിച്ചില്ലെങ്കിലും കരീം എത്തും. വിളിക്കാത്തതിൻ്റെ പരിഭവം പറയും. ഒരുപാട് ബന്ധങ്ങൾ, ഞാനിപ്പോൾ അതൊന്നും ഇവിടെ പറയുന്നില്ല, ഇത്രയേറെ. പക്ഷെ നമ്മളെ സമൂഹത്തിൽ ഒരു വലിയ കുഴപ്പം, ഇതൊക്കെ നമ്മൾ പറയണമെങ്കിൽ ആൾ മരിച്ചു കിട്ടണം എന്നാൽ മാത്രമേ പറയുള്ളൂ. അന്നേരം ചോദിക്കും ഇതിങ്ങനെ വെറുതെ
പക്ഷെ അംഗീകരിക്കേണ്ടിടത്ത് അംഗീകരിക്കപ്പെടാൻ പലപ്പോഴും അങ്ങനെ വരാതിരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് മുഖത്ത് നോക്കി പറയാൻ ഇത്തരം ആളുകൾക്ക് ധൈര്യം പകരുന്ന ഒരു നിലപാട്, അത് സമീപനം നോക്കി നിസ്വാർത്ഥമായ സേവകരെ, പൊതുപ്രവർത്തകരെ അംഗീകരിക്കാൻ വിമുഖത കാണിക്കുമ്പോൾ ചോദ്യം ചെയ്യപ്പെടേണ്ടടുത്ത് ചോദ്യം ചെയ്യപ്പെടണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ വയനാട്ടിലെ ആ വീട് കൊടുത്തതൊക്കെ വേറെ ഒരു താല്പര്യം, സ്വന്തം വീടെടുക്കുന്നത് പോലെയാണ് അദ്ദേഹം കാര്യങ്ങൾ കണ്ടത്. ഞാൻ ഇപ്പോഴും ഓർക്കുക, ഒരു 10-15 ദിവസം മുമ്പ് ഒരു ദിവസം എന്നെ വിളിക്കുകയാണ്. ഞാൻ കോഴിക്കോടാണ്, നമ്മളൊരു കമ്മിറ്റി. അപ്പോൾ ഞാൻ കരീമാണ്, ഞാൻ വീട്ടിലുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ പുറത്താണില്ല. അപ്പോൾ എന്നോട് പറയുകയാണ് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട് കുറ്റ്യാടി. അപ്പം ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇവരൊക്കെ പറഞ്ഞല്ലോ, നിങ്ങളും വിളിച്ചെന്നോട് പറഞ്ഞല്ലേ. അപ്പം എന്നോട് പറയല്ല, നിങ്ങളെ കാണണം, നേരിൽ കണ്ട് ക്ഷണിക്കുക. ഞാൻ ചോദിച്ചു എന്തിനാ കരീമ, നമ്മൾ തമ്മിലൊരു ഫോർമാലിറ്റി, അങ്ങനെ ഒരു ആവശ്യം എന്താ ഉള്ളത്? ഞാൻ വീട്ടിൽ ഇല്ല, ഞാൻ ഈ കോഴിക്കോടാണ് ഉള്ളത്, നിങ്ങൾ വെറുതെ വരണ്ടായിരുന്നു. അതാണ് അവസാനത്തെ സംസാരം. ഉദ്ഘാടനത്തിന് ഞാൻ പോയെങ്കിലും ആ സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയേറെ എല്ലാറ്റിനോടും അദ്ദേഹം സ്നേഹം മാത്രം. ഇവിടുത്തെ കമ്മിറ്റിയുടെ ആളായപ്പോൾ ഒരുപാട് ഞാൻ അവിടെ എൻ്റെ മഹലിൽ ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്ക് ക്ലാസ് എടുത്ത് ഒരു പലിശരഹിത സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രായോഗികമായ വശങ്ങളെക്കുറിച്ച് ആളുകൾക്ക്, അത് സാധാരണക്കാരന് ഏറ്റവും സമൂഹത്തിലെ താഴെത്തട്ടുള്ള ആൾക്ക് അതുകൊണ്ട് ലഭ്യമാകുന്ന ഗുണം, അതിനുവേണ്ടി നമ്മൾ മുൻകൈ എടുക്കേണ്ട ആവശ്യകത, അതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു തീർത്തിട്ടുണ്ട്. ഒരുപാട് അദ്ദേഹത്തിന് ഐഡിയാസ് ഉണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളിലൊക്കെ. അങ്ങനെയുള്ള അപൂർവം ആളുകളെ ഉണ്ടാവുള്ളൂ. അതിലൊരാളായിരുന്നു കരീം സാഹിബ്. ഞാൻ ദീർഘിച്ച് പ്രസംഗിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മൾ നഷ്ടം എന്നൊക്കെ സാധാരണ ആലങ്കാരികമായി എല്ലാവരും പോകുമ്പോൾ നഷ്ടം എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്, നഷ്ടവുമാണ്. പക്ഷേ ഇത് ഒരു വേറിട്ട് നിൽക്കുന്ന നഷ്ടം തന്നെയാണ്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ അപൂർവമായി മാത്രമേ ഇക്കാലത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എല്ലാം ഒരു ഹായ് പറയുന്ന ബന്ധം, ഉള്ളിൽ തട്ടിയുള്ള ബന്ധം പലപ്പോഴും ഇല്ലാത്ത ഒരു കാലഘട്ടം. ഞാൻ ആരെയും കുറ്റപ്പെടുന്നത്, ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. നമ്മളെല്ലാവരെയും ആളാന്ന് വിചാരിക്കും, നിലാവ് കണ്ടതുപോലെ. പക്ഷെ ആരെയും ആളായിരിക്കില്ല, സ്വന്തത്തിൻ്റെ മാത്രം ആളായി പലപ്പോഴും കാണുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാവരെയും സഹോദര തുല്യം സ്നേഹിച്ച് എല്ലാവരോടും വളരെയേറെ ആത്മാർത്ഥമായ ബന്ധം പുലർത്തി വളരെ ജീവിതത്തിൽ മറക്കാനാവാത്ത കുറേ അനുഭവങ്ങൾ അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ നമുക്കൊക്കെ കാണിച്ചു തന്ന് തിരിച്ചുപോയ ആ വലിയ മനുഷ്യനെ സർവശക്തനായ തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം ധന്യമാക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. ജയ് ഹിന്ദ്. ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരും. അതിന് തൊട്ടു മുമ്പിലായി എന്നെ കരീം അനുസ്മരണ പ്രഭാഷണം സുപ്രഭാതം പത്രത്തിൻ്റെ പത്രാധിപർ പ്രിയപ്പെട്ട കരീമിൻ്റെ ഏറ്റവും നല്ല സുഹൃത്തും കൂട്ടുകാരൻ ടി പി ചെറുപ്പ നിർവഹിക്കുന്നതാണ്. അദ്ദേഹത്തെ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മളിൽ നിന്ന് വിട്ട് പിരിഞ്ഞു പോയതിൻ്റെ ആഘാതമുണ്ടാക്കിയ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് എല്ലാവരും. വളരെ തിരക്കുള്ള ആളുകളുണ്ട്, പ്രായമുള്ള ആളുകളുണ്ട്, വീട്ടുജോലി വിട്ടെറിഞ്ഞു പോകുന്നവരുണ്ട്, പലതരം പ്രൊഫഷണലുകളുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ഇപ്പം എല്ലാം മറന്നു. ഇത് മരണം ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകമായ അവസ്ഥയാണ്. നമ്മുടെ ഏറ്റവും പ്രിയങ്കരൻ ശാന്തനായി ജീവിച്ച് എപ്പോഴും പുഞ്ചരിച്ചു കൊണ്ടുവരെ പലരും പറഞ്ഞതുപോലെ നമ്മൾ സമീപിച്ച് സ്വന്തം ആവശ്യങ്ങൾ അവതരിപ്പിക്കാനില്ലാതെ സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ സമീപിച്ച് ജീവിച്ച് നമ്മളെ ഇടയിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരു മഹാനായ മനുഷ്യൻ്റെ ഓർമ്മകൾക്ക് മുമ്പിലാണ് നമ്മളുള്ളത്.
ഞാനിതിൻ്റെ ഒരു അനുസ്മരണ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വിവരിക്കാൻ ഈ മണിക്കൂറുകൾ പോരാ. ഇതിൻ്റെ ഏറ്റവും അവസാനമായിരുന്നു സംസാരിക്കുന്നതെങ്കിൽ എനിക്കതിന് സമയമുണ്ടായിരുന്നു. ഇതിനിടയിൽ കുറേ ആളുകൾ ഇനിയും സംസാരിക്കാനുള്ളത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ നിവൃത്തിയില്ല. ഞങ്ങൾ കരീം സാഹിബിനൊരു 12 വയസ്സുള്ള കാലത്ത് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ 12 വയസ്സുള്ള കാലത്ത് ഞാനെങ്ങനെ ബന്ധമുണ്ടാവുക? ഞാനിവിടെ പെരിങ്ങത്തൂർ പള്ളിയിൽ ഓതിയിരുന്നു. അന്ന് ഞങ്ങൾക്കൊക്കെ മാതൃകാ പുരുഷനായി ഉണ്ടായിരുന്നത് കരീം സാഹിബിൻ്റെ പിതാവ് എന്നെ മമ്മുഹാജിയായിരുന്നു. 960കളിലാണ് കരീം സാഹിബ് ജനിക്കുന്നത്. 953 ഞാൻ ജനിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 7 വയസ്സിൻ്റെ വ്യത്യാസം. ഞാൻ മൂത്തതാണ്. ഇവരൊക്കെ അന്ന് കുട്ടികളാണ്. അന്ന് പെരിങ്ങത്തൂർ ദർസിലുണ്ടായിരുന്ന ഒരു പ്രത്യേകത, സാധാരണ ഒരു കിതാബോധി പഠിപ്പിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് നവോത്ഥാനങ്ങൾ പഠിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിൻ്റെ നേതാവായിരുന്നു മമ്മുഹാജി. ഇപ്പോൾ പണ്ഡികശാല പറഞ്ഞു, എപ്പം നോക്കിയാൽ ചന്ദ്രികകളുണ്ടാവും, എഴുത്തുണ്ടാവും, CHI ബന്ധമാണ്. അങ്ങനെ നമ്മുടെ സമുദായത്തിന് നവോത്ഥാന സന്ദേശങ്ങൾ നൽകുന്ന ചില നേതാക്കന്മാരുണ്ടായിരുന്നു. നമ്മൾ സീതി സാഹിബിനെ കുറിച്ച് പറയും, CHനെ കുറിച്ച് പറയും. അവർ തന്ത്രപരമായിട്ട് മുസ്ലിം സമുദായത്തെ വളർത്തിക്കൊണ്ടുവന്ന വിദ്യാഭ്യാസപരമായിട്ട്, സാമൂഹികമായിട്ട്, സാംസ്കാരികമായിട്ട് മതപരതയ്ക്കപ്പുറത്തേക്ക് നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന ആളുകളാണ്. അവരെയാണ് നവോത്ഥാന നായകന്മാരെന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു എന്നെ മമ്മുഹാജി. മമ്മുഹാജിയുടെ സഹോദരൻ അബൂബക്കർ മാഷ് പഠിപ്പിക്കുന്നുണ്ട്. വേറെ സഹോദരൻ ഇസ്മായിൽ മാഷ് ഇവിടെയുണ്ട്. ആ കുടുംബം തന്നെ ഇവിടെയുണ്ട്. എനിക്ക് ആ കുടുംബമായിട്ട് 972 തൊട്ടുള്ള ബന്ധമാണ്. ആ കാലത്ത് കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല ലൈബ്രറികളിൽ ഒന്നുണ്ടായിരുന്ന പെരിങ്ങത്തൂരാണ്. അതിപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല, ചിലപ്പം പൊളിച്ച് ചാടിയിട്ടുണ്ടാവും. അവിടെ വികസനം വന്നപ്പോൾ നമ്മൾ ഒരു കെട്ടിടം പൊളിച്ചിട്ടുണ്ടാക്കേണ്ടതാണ് ലൈബ്രറി. ഇപ്പോൾ നമ്മളിപ്പോൾ ലൈബ്രറി പൊളിച്ചിട്ട് കെട്ടിടമുണ്ടാക്കുന്ന കാലമാണ്. അപ്പം മമ്മുഹാജി ഞങ്ങളുടെയൊക്കെ ഒരു നവോത്ഥാന നായകനായിരുന്നു. ഞാൻ ആ വീട്ടിൽ ഒരു കുട്ടിയായ കാലത്തുള്ള ഒരു സന്ദർശകനായിരുന്നു. ഞങ്ങൾക്കൊന്നൊരു കയ്യെഴുത്ത് മാസിക ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ഹരിതരേഖ എന്നായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടൊരു ലേഖനം എഴുതിയത് അതിലാണ്. ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ആ ഹരിതരേഖ എന്ന് പറയുന്ന കയ്യെഴുത്ത് മാസികയിൽ കഥ പറയുന്ന, എന്ത് കുന്നാണ് പെരിങ്ങത്തൂരിലെ കുന്ന്? കനകം. അബൂബക്കർ മാഷ് എഴുതിയ ലേഖനമാണ്. അതിൻ്റെ പത്രാധിപർ എന്നെ മമ്മുഹാജിയായിരുന്നു. അന്ന് പള്ളി ദർസിൽ പോകുന്ന കുട്ടികൾക്ക് ലേഖനം എഴുതാൻ പഠിപ്പിക്കുന്ന നവോത്ഥാനമാണ് മമ്മുഹാജി ഇവിടെ നടത്തിയത്. ആ മമ്മുഹാജിയുടെ മകനാണ് കരീം സാഹിബ്. നല്ല വാപ്പക്കും നല്ല ഉമ്മക്കും നല്ല മക്കളുണ്ടാവും. വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ നമ്മൾ കുട്ടികളെ അനുസരണം പഠിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഇന്നത്തെ കാലത്തുണ്ടോയെന്ന് എനിക്കറിയില്ല. പഴയ കാലത്തുണ്ടായിരുന്നു. പഴയകാലത്ത് അങ്ങനെയുള്ളതിൻ്റെ ഒക്കെ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ. അതാണ് നമ്മളിങ്ങനെ അനുസരണയുള്ള മക്കളായി മാറിയത്. പാപ്പനിമ്മനെയൊക്കെ അനുസരിച്ച് ജീവിച്ചാൽ അതിൻ്റെ കുരുത്തും പൊരുത്തും ജീവിതത്തിലുണ്ടാവും. അന്ന് നമ്മൾ അവർ പറയുന്നത് കേൾക്കുള്ളൂ. ഞാനിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു സമ്പൂർണ്ണ ചരിത്രം എഴുതുന്നുണ്ട്. 12 വാള്യങ്ങളുള്ള ഒരു മഹാകൃതിയാണ്. അതിനു വേണ്ടിയുള്ളൊരു ഗവേഷണത്തിലാണ്. അതിൽ ഈയിടെ വായിച്ച ഒരു സംഗതി ഇസ്മായിൽ സാഹിബിനെ കുറിച്ച്. ഇസ്മായിൽ സാഹിബ് 6 വയസ്സായതിനു ശേഷം ആ തുണി കൊടുത്തത്. ഇപ്പം നമ്മളൊക്കെ മക്കളെന്ന് പറഞ്ഞാൽ പ്രസവിച്ച് വീഴുന്നത് ഷെഡിയായിട്ടാണ്. ഇസ്മായിൽ സാഹിബ് 6 വയസ്സ് വരെ തുണി ഉടുത്തിട്ടില്ല. നിങ്ങൾ വിശ്വസിക്കും? 6 വയസ്സെന്ന് പറഞ്ഞാൽ വലിയ മനുഷ്യനായി. ഇത് ഉടുക്കാതെ നടക്കുകയാണ്. ഒരു ദിവസം ഒരു പെരുന്നാളിന് ഉമ്മ വിളിച്ചിട്ട് ഒരു തുണി കൊടുത്തിട്ട് പറഞ്ഞ്, ഈ തുണി അഴിച്ച് കളയാൻ പാടില്ല,
അഴിച്ച് കളഞ്ഞ വീട്ടിലേക്ക് ഞാൻ കയറ്റില്ല എന്ന് പറഞ്ഞു. മൂപ്പർക്ക് അറിയില്ല തുണി എടുക്കാനൊന്നും, ആരും എടുക്കുന്നില്ല, മൂപ്പരും എടുക്കുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പം ഉമ്മ തുണി എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കഴിച്ച് കളയാൻ പാടില്ല. അന്ന് കുട്ടികൾ പടക്കം പൊട്ടിച്ചപ്പോൾ ആ തുണിക്ക് തീ പിടിച്ചിട്ട് കത്തി. മൂപ്പര് തുണി കഴിച്ചില്ല, കാരണം ഉമ്മ പറഞ്ഞിട്ട് തുണി കഴിക്കാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ തൊട പൊള്ളി. കൂട്ടുകാർ വിളിച്ച് പറഞ്ഞ്, ഇസ്മായിലെ തുണി കഴിച്ചിട്ടാൾ കഴിച്ചില്ല, കാരണം ഉമ്മ പറഞ്ഞിട്ടുണ്ട് തുണി കഴിക്കാൻ പാടില്ല. ഉമ്മൻ്റെ അടുത്തെത്തി ആ തുണി കഴിക്കുന്നവരെയും ആ തുണി കത്തി. ഇതാണ് ഉമ്മ, ബാപ്പ, മക്കൾ ഒക്കെ തമ്മിലുള്ള ബന്ധം. അങ്ങനെ തന്നെ മമ്മു ഹാജി പോറ്റിയ മക്കളാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ എന്ന് 12ാമത്തെ വയസ്സിൽ എനിക്ക് പരിചയമുള്ള കരീമിനെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയും. ഞാൻ സാഹിബ് എന്ന് വിളിക്കുന്നത് വയസ്സിന് മൂത്തതുകൊണ്ടല്ല, എൻ്റെ നേതാവായതുകൊണ്ടാണ്. ആ കാലം തൊട്ട് ബന്ധങ്ങളുണ്ട്. ഞാൻ ഓത്തൊക്കെ നിർത്തി പത്രപ്രവർത്തനമൊക്കെ തുടങ്ങി, വേണ്ടാത്ത പണിയൊക്കെ എടുത്ത് തുടങ്ങി തിരുവനന്തപുരത്തെത്തിയപ്പോൾ മമ്മു ഹാജിയായിട്ടുള്ള ബന്ധങ്ങൾ തുടരുകയാണ്. പിന്നീടും ആ ബന്ധങ്ങൾ തുടർന്ന് വന്ന് എൻ്റെ സ്നേഹിതൻ കരീം സാഹിബ് മരിക്കുന്നതിൻ്റെ 2 ആഴ്ച മുമ്പ് ഞങ്ങൾ പങ്കെടുത്തത് ഒരു അനുസ്മരണ പരിപാടിയിലാണ്. മാഹിയിലുള്ള മഹമ്മൂദ് എന്ന് പറയുന്ന KMCCൻ്റെ നേതാവിൻ്റെ അനുസ്മരണ പരിപാടി. അങ്ങനെ നോക്കുമ്പോൾ ഈ മരണത്തെക്കുറിച്ച് കേട്ടപ്പോഴും തലൻ്റെ പരിപ്പ് ഇപ്പോഴും പോയിട്ടില്ല. ഇവിടെ പാണ്ഡികശാലയും പാറക്കലൊക്കെ പറഞ്ഞതുപോലെ ചില മരണങ്ങൾ ഞാനന്ന് റഹീം സാഹിബ് മുമ്പിൽ ഇരിക്കുന്നത്, റഹീം സാഹിബ് രാവിലെ വിളിച്ചോ പറഞ്ഞു, നമ്മൾ മരണവുമായി ഒരിക്കലും കരീം സാഹിബിനെ പൊരുത്തപ്പെടിപ്പിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം മരിച്ചു പോകുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ കുറേ മനുഷ്യന്മാർ നമ്മളുടെ ഇടയിലുണ്ട്. ചില ആളുകൾ മരിച്ചു എന്ന് കേട്ടാൽ നമ്മളെ മനസ്സ് അത് സമ്മതിക്കില്ല. ഇവിടെ പ്രവാസ ജീവിതകാലത്ത് KMCC പ്രസ്ഥാനത്തിൻ്റെ നായകത്വം വഹിച്ച പ്രിയപ്പെട്ട ഇബ്രാഹിം എളേറ്റിലുണ്ട്. അതോടൊപ്പം തന്നെ പാനൂർ മുനിസിപ്പൽ ചെയർമാനായിരുന്ന പ്രിയപ്പെട്ട KP ഹാഷിമുണ്ട്. ഇവരൊക്കെ സംസാരിക്കാൻ. ഏതായാലും നമ്മുടെ സ്പീക്കർ അടുത്ത നിമിഷത്തിൽ തലശ്ശേരിയിൽ നിന്ന് അദ്ദേഹം ഇതേ സമയത്ത് കൃത്യം 4 മണിക്ക് ഇരിട്ടിക്കടുത്ത വിളക്കോട് തണലിൻ്റെ സ്വാതന്ത്ര്യ ഭവനം ഉദ്ഘാടനത്തിലായിരുന്നു. ഞാനും ആ പരിപാടിയിൽ ഓർഫനേജ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്നുള്ള എനിക്ക് പങ്കെടുക്കാം. പക്ഷേ അദ്ദേഹം എത്തി തലശ്ശേരി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാനെൻ്റെ അധ്യക്ഷ ഭാഷണത്തിൽ 1-2 കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കാം. ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിച്ച പോലെ സത്യത്തിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന പലരും, ഈ നാട്ടുകാരില്ലാത്തവരും, കഴിഞ്ഞ ഒരു 4-5 ദിവസമായി നമ്മളെല്ലാം കരിയാട്ടുണ്ട്. കേവലം ഒരു ദിവസം വന്ന് മയ്യത്ത് നമസ്കരിച്ച് തിരിച്ചു പോയവരല്ല. 5 ദിവസമായി പല നാട്ടുകാർ സ്വന്തം വീട്ടിലെ ഒരു മരണം പോലെ ഈ കരീമിൻ്റെ വീടുമായി ചുറ്റിപ്പറ്റി നമ്മളൊക്കെ ഉണ്ട്. എന്താണ് ഈ ബന്ധത്തിന് കാരണം എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട കരീം ഉണ്ടാക്കിയ ഒരു സ്നേഹബന്ധം അത് വളരെ വിപുലപ്പെട്ടതാണ്. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുക, കരീമുമായിട്ടുള്ള ഇപ്പം എൻ്റെ വ്യക്തിപരമായ ബന്ധത്തിന് 1/2 നൂറ്റാണ്ട് വയസ്സാവാനായി. 47 കൊല്ലക്കാലം. ഈ 47 കൊല്ലക്കാലം എന്ന് പറയുന്നത് മുസ്ലിം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജിൽ തുടങ്ങി. പിന്നെ താലൂക്ക് MSFൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിയായി. താലൂക്ക് MSFൻ്റെ സമ്മേളനം, കരിയാട് കടന്ന 3 ദിവസത്തെ ക്യാമ്പ്, ഇവിടെ താമസം, അങ്ങനെ തുടങ്ങി വൈകാരികമായ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഓർമ്മിക്കാൻ കഴിയും. പുറപ്പെട്ട കരീമിൻ്റെ മാതാവ് മരിച്ച ദിവസം രാത്രി കരിയാട്ട്, അങ്ങനെ ഒരുപാട് സംഗതികൾ. കരീമുമായൊരു സ്നേഹബന്ധം, ഒരു അഴിയാത്ത കണ്ണി. സത്യത്തിൽ ഇവിടെ പാണ്ഡ്യശാലിയും ചെറുപ്പയും ഒക്കെ പറഞ്ഞല്ലോ, ഹമീദ് വിളിച്ചു. സത്യത്തിൽ ഈ ഒരു അഴിയാത്ത കണ്ണിയുടെ നായകൻ ഹമീദ് തന്നെയാണ്. ഹമീദ്, കരീം, നമ്മൾ ഇങ്ങനെ കുറേ ആളുകളെ കോർത്തിണക്കി ഒരു 47-48 കൊല്ലക്കാലം ഈ സ്നേഹബന്ധം വളരെ സജീവമായി മുന്നോട്ട് പോയി. ഞാനിപ്പോൾ ഇവിടെ ഈ സംസാരിക്കുമ്പോൾ പാറക്കൽ പറഞ്ഞാലോചിച്ചു, എൻ്റെ വീട്ടിൽ CH മൊയ്തു മാസ്റ്റർക്ക് സ്മാരകം വേണം എന്ന് പറഞ്ഞ് നമ്മൾ ആലോചന യോഗം വിളിക്കുമ്പോൾ പ്രിയപ്പെട്ട മമ്മു പാലയാട്, മരിച്ചുപോയ മുഹമ്മദ് മാഷ്, പ്രിയപ്പെട്ട ഇസ്മായിൽ, നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരടക്കം പലരും ചോദിച്ചു കരിയാട്ട് ഓഡിറ്റോറിയം. പക്ഷെ വളരെ നിശ്ചയദാർഢ്യത്തോടെ ആത്മവിശ്വാസത്തോടെ കരീം പറഞ്ഞു, നമുക്ക് യാത്ര പോകാനുണ്ട്. നമ്മൾ ദുബായിലും ഖത്തറിലും സൗദി അറേബ്യയിലും
എല്ലായിടത്തും പോയി ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ സ്മാരക സൗധം ഉണ്ടാക്കിയതിനു ശേഷം നിരന്തരമായി ഒരുപക്ഷെ കരിയാട്ട സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മത രാഷ്ട്രീയ രംഗത്ത് നിർണായകമായ സ്വാധീനം ചെലുത്തപ്പെട്ട ഹെഡ്ക്വാർട്ടേഴ്സ് പോലെ അങ്ങനെ പറയുന്നത് 5 ദിവസം മുമ്പ്, കരീം മരിക്കുന്നതിന് 5 ദിവസം മുമ്പ് ഇതേ ഹാളിൽ ഈ പ്രദേശത്തു നിന്ന് ജയിച്ച 15 മുനിസിപ്പൽ കൗൺസിലർമാർക്ക് കക്ഷി രാഷ്ട്രീയം നോക്കാതെ സ്വീകരണം കൊടുക്കുമ്പോൾ കരീം അധ്യക്ഷൻ ഞാൻ ഉദ്ഘാടനം 5 ദിവസം പറയാൻ വാക്കുകളില്ലാത്തത്. അവസാനമായി മരിക്കുന്ന ദിവസം വഖഫ് ബോർഡിൻ്റെ അവസാനത്തെ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കരീമ ഫോണിൽ വിളിക്കുക, എത്ര കൊല്ലം വഖഫ് ബോർഡിലുണ്ട്? ഞാൻ പറഞ്ഞ് 4 നൂറ്റാണ്ട് പൂർത്തിയാവാൻ 1 കൊല്ലേ ബാക്കിയുള്ളൂ, 24 കൊല്ലം. ഒരമണിക്കൂർ കരീം ഒരുപാട് കാര്യങ്ങൾ, കരീമിന് ഭാവനയിൽ ഒരുപാട് സംഗതികളുണ്ട്. കരീം എല്ലാവരുമായി ഉണ്ടാക്കിയ കോണ്ടാക്റ്റ്, സ്നേഹബന്ധം എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞു. കരീമിൻ്റെ മരണം വിശ്വസിക്കാനാവുന്നില്ല എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവം തന്നെ. 3-ാം നാൾ ഞാൻ എൻ്റെ ഭാര്യയുമായി വീട്ടിൽ വന്നത്, തിരിച്ചു പോകുന്നത് വരെ ഭാര്യ കരയായിരുന്നു. അന്ന് എന്നോട് പറയായിരുന്നു, ഞാൻ ആ വീട്ടിൽ വരാൻ എനിക്ക് പ്രയാസമുണ്ട്. അങ്ങനെ ഓരോ കുടുംബവുമായി കരീം ഉണ്ടാക്കിയെടുത്ത ബന്ധം അത് പറഞ്ഞ് ആരുടെ മുമ്പിൽ പറയാൻ കഴിയാത്തത്. കരീം അത്രയേറെ സ്നേഹബന്ധങ്ങൾ ഉണ്ടാക്കി ഈ നാടിൻ്റെ പ്രയാസങ്ങൾ, ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ, ഈ നാടിലെ പരാതികൾ അതെല്ലാം പരിഹരിക്കാൻ ഒരു നല്ല ലീഡർഷിപ്പ്. ഞാൻ പലപ്പോഴും കരീമിനെ ഫോൺ ചെയ്യുമ്പോൾ പറയും, നിരത്തുമ്മൽ അമ്പലക്കണ്ടി ഇന്ന് എൻ്റെ കൂടെ വന്ന അബൂട്ടിക്ക ശിവപുരം മട്ടന്നൂർ അബൂട്ടിക്ക പറയുന്നു, എന്നും കരീമിനെ നിങ്ങൾ പറയൽ നിരത്തുമ്മൽ അമ്പലം. ഞാൻ പറഞ്ഞു, പെരുങ്ങളത്തെ പലരുടെയും വീട്ടുപേര് വളരെ കൃത്യമായി ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പിതാവുമായുള്ളൊരു കോണ്ടാക്റ്റ് ഉണ്ട്. അങ്ങനെ അത്രയേറെ സ്നേഹബന്ധങ്ങൾ വെച്ച് പുലർത്തിയ കരീം ഈ നാടിലെ എല്ലാ വിഷയവും എന്ന് പറഞ്ഞാൽ കരീം ഭാരവാഹിത്വം വഹിക്കുന്ന ഇവിടുത്തെ ജമാഅത്ത് പള്ളി, അവിടെ എനിക്ക് തോന്നുന്നു 1 വർഷം മുമ്പാന്ന് തോന്നുന്നു സോളാർ ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചുകൊണ്ടപ്പോൾ കരീം എന്നോട് പറഞ്ഞു, ഈ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മഹല്ലത്തിൻ്റെ നാനോന്മുഖ വികസനത്തിന് ഒരുപാട് പ്ലാനിങ് എൻ്റെ മുമ്പിലുണ്ട്, ഫിലോസഫി അജണ്ട. പ്രിയപ്പെട്ട ഖത്തീബ് ഇവിടെ ദുആ ചെയ്തല്ലോ, അദ്ദേഹമൊക്കെ ആയിട്ടുണ്ടായ ബന്ധം. അപ്പം കരീം രാഷ്ട്രീയം മാത്രമല്ല, സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ രംഗത്തും നിറഞ്ഞു നിന്ന പ്രിയപ്പെട്ട കരീം അദ്ദേഹത്തിൻ്റെ സേവന പ്രവർത്തനം. ഇവിടെ എല്ലാവരും പറഞ്ഞല്ലോ, ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആദരിക്കപ്പെടാതെ പോയി, അംഗീകരിക്കപ്പെടാതെ പോയി. ഞാൻ ഒരു കാര്യം പറയാൻ കഴിയും, 47 കൊല്ലത്തെ കരീമിൻ്റെ ഒരു സുഹൃത്താണ്. ഒരു ഭാരവാഹിത്വമോ സ്ഥാനമോ ഒന്നും കരീം ആഗ്രഹിച്ച മനുഷ്യരല്ല. കരീമിൻ്റെ ഉള്ളറിയുന്ന ഒരു സൈക്കോളജി അറിയുന്ന ഒരാൾ. കരീം സേവന രംഗത്ത് യാത്ര തുടരുമ്പോൾ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലും നിയ്യത്തും അല്ലാഹുവിൽ സമർപ്പിക്കപ്പെട്ട ഒരു സേവകൻ മാത്രമായിരുന്നു. ഏതെങ്കിലും ഒരു അധികാരത്തിൻ്റെ കസാര, ഒരു മുന്തിരിച്ചാറ് പ്രിയപ്പെട്ട കരീം ആഗ്രഹിച്ചാൽ തറപ്പിച്ച് പറയാൻ കഴിയും. കരീമിന് പ്രയാസങ്ങളും പ്രതിസന്ധികളുമുള്ള സമയത്ത് പോലും പൊതുജീവിതത്തിൽ കരീം അന്നും വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി ഒരുപാട് സംഗതികൾ നിർവഹിക്കാനുണ്ട്. അള്ളാഹുവിൻ്റെ സന്നിധാനത്തിലേക്കുള്ള യാത്രയിൽ സാലിഹായ അമലുകളുടെ അക്കൗണ്ടുമായി കടന്നു പോകണമെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ പോലെ അത്രയേറെ കൃത്യമായി സേവനം ചെയ്തിട്ട് മാത്രമാണ് കരീം വിട പറഞ്ഞു പോയത്. ഞാനന്ന് ഇവിടെ പ്രിയപ്പെട്ട ഹമീദ് കരീം മരണവാർത്ത അറിയിക്കുന്ന സമയത്ത് ഓർഫനേജ് അസോസിയേഷൻ മീറ്റിങ്ങിലാണ്. അപ്പോൾ അതിനൊരു കുറിപ്പുണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എഴുതിയത് അങ്ങനെ തന്നെയാണ്. സ്നേഹവും നന്മയും ഒരായുസ് മുഴുവൻ സമൂഹത്തിന് സമർപ്പിച്ച്. സാധാരണ പറയാറുണ്ട്, അറബിലെ പഴമൊഴി അന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്, പുത്രൻ പിതാവിൻ്റെ പൊരുളാണെന്ന പഴമൊഴി. അത് എഴുതാൻ കാരണം കോഴിക്കോട് മുസ്ലിം ലീഗിലെ ബാബ ഹാജി മത്സരിക്കുന്ന ദിവസം ഞാനും ഹമീദും ഒക്കെ കോഴിക്കോടൊക്കെ മത്സരിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോകാൻ പോകുന്ന ദിവസമാണ് പ്രിയപ്പെട്ട എന്നെയും ബോംബെയിൽ തലശ്ശേരിയിലെ DV വൈദ്യകുട്ടി ഹാജിയുടെ റൂമിൽ മരിക്കുന്നത്. കർമ്മരംഗത്ത് അവിടെ വന്നത് കണ്ണൂരിലെ VP മുഹമ്മദ് ഹാജിയുടെ കൂടെ കോഴിക്കോട് ലോക്സഭാ സീറ്റിൻ്റെ ഫണ്ട് വിരുമവുമായി ബന്ധപ്പെട്ട് യാത്രയിൽ അങ്ങനെ മംഗലാപുരത്തെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് തലശ്ശേരിയിലൂടെ വാഹനങ്ങളുടെ വിലാപയാത്രയായി കൊണ്ടുവന്ന് ഞാനിപ്പോൾ സെക്രട്ടറി ആയിരിക്കുന്ന തലശ്ശേരി ദാറുസ്സലാം യത്തീംഖാനയിൽ മയ്യത്ത് വെച്ച് പിന്നെ കരിയാട്ടേക്ക് കൊണ്ടുവരുമ്പോൾ അതുതന്നെയാണ് പ്രിയപ്പെട്ട പിതാവിനെ പോലെ തന്നെ കർമ്മരംഗത്ത് കരിയാട്ട് ജമാഅത്ത് പള്ളിയിൽ യോഗം കഴിഞ്ഞ് പള്ളിയുടെ ഖബറുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പ്രിയപ്പെട്ട കരീം പ്രസംഗിക്കുകയാണ്. ഈ ഖബറിന് വേണ്ടി 15 ലക്ഷം രൂപ ഇപ്പോൾ ചെലവാക്കിയിട്ടുണ്ട്, 10 ലക്ഷം രൂപ കൂടി ബാക്കി വേണം, നിങ്ങൾ സഹായിക്കണം എന്നുള്ളതാണ് കരീമിൻ്റെ അവസാനത്തെ പ്രസംഗം. അത്രയേറെ കർമ്മരംഗത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏതുമാത്രം മനോഹരമായ വിടവാങ്ങലാണ്.
അത്രയേറെ മനോഹരമായി ജീവിതത്തിൽ അദ്ദേഹം എല്ലാ രംഗത്തും എന്ന് ഞാൻ പറഞ്ഞത്, അദ്ദേഹം കളക്ടറിലൊക്കെ KMCC നടക്കുമ്പോൾ ഞാൻ KMCCയുടെ കോർഡിനേറ്ററായി. കണ്ണൂർ ജില്ലയിൽ KMCCയുടെ സ്കോളർഷിപ്പ് ആയിരുന്നാലും ഒരുപാട് കാരുണ്യത്തിൻ്റെ കൈത്താങ് എന്ന് പ്രിയപ്പെട്ട കരീമിനെ വിളിക്കാൻ കഴിയും. അദ്ദേഹം ചെയ്ത സേവനത്തിൻ്റെ മേഖലയിൽ എത്രയോ ആളുകൾക്ക് സ്കോളർഷിപ്പ്, എത്ര കുട്ടികൾ കണ്ണൂർ ജില്ലയിലെ ഇപ്പോഴും പല ഉദ്യോഗ തലങ്ങളിൽ ഇരിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ പറയും, വക്കീലേ നിങ്ങളെ KMCCയുടെ ഫണ്ട് വാങ്ങി, ഞാനിന്ന് ഡോക്ടറാണ്, ഞാനിന്ന് എഞ്ചിനീയറാണ്, ഞാൻ കണ്ണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഹെൽത്ത് സൂപ്രണ്ടാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഓർമ്മിച്ചു പോയത് പ്രിയപ്പെട്ട കരീമടക്കമുള്ള KMCCയുടെ പ്രവർത്തകരാണ്. അങ്ങനെ കാരുണ്യ രംഗത്ത്, സാമൂഹിക രംഗത്ത്, മതരംഗത്ത്, ദീനീ രംഗത്ത്, ഏതെല്ലാം മേഖലകളിൽ പ്രിയപ്പെട്ട കരീം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും, കാലത്തിൻ്റെ ക്യാമറയ്ക്ക് മുമ്പിൽ കരീമിൻ്റെ ചിത്രങ്ങളുണ്ട്, മാഞ്ഞു പോവാൻ. കാലത്തിൻ്റെ ക്യാമറയ്ക്ക് മുമ്പിൽ കരീമിൻ്റെ ചിത്രങ്ങളുണ്ട്, മാഞ്ഞു പോവാൻ. അതുതന്നെയാണ് കരീം ഈ സമൂഹത്തിന് ചെയ്ത സേവനങ്ങൾ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സർവശക്തനായ റബ്ബുൽ ആലമീനായ തമ്പുരാൻ സ്വർഗത്തിൻ്റെ കവാടങ്ങളിൽ നിന്ന് മാലാഖമാരാൽ മാടി വിളിക്കപ്പെടുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ട കരീമിനെയും നമ്മളെയും നമ്മുടെ പൂർവികരെയും സ്വീകരിക്കുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ, ഇന്ന് രാവിലെ ഹമീദ് സാഹിബൊക്കെ സംസാരിച്ചപ്പോൾ പ്രിയപ്പെട്ട കരീം ചെയ്ത ഒരുപാട് സേവനങ്ങളുണ്ട്. അതൊക്കെ തന്നെ ഒരു ഔപചാരികമായ ഗ്രന്ഥമായി കരീമിൻ്റെ സേവന രംഗത്തെ ഓരോ പടവുകളും അതൊക്കെ തന്നെ ഭാവി തലമുറയ്ക്ക് ഓർമ്മപ്പെടുത്തുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇവിടെ കൂടിയിരിക്കുന്ന നേതാക്കന്മാരോട്, മാധ്യമ പ്രവർത്തകന്മാരോട്, എല്ലാ ആളുകളോടും ആ സംഗതി കൂടി അറിയിച്ചുകൊണ്ട് അടുത്തതായി നിങ്ങളുമായി സംസാരിക്കുന്നതിന് വേണ്ടി KMCCയിലെ ഇബ്രാഹിം അളേറ്റിലിനെ ക്ഷണിച്ചു. ചെറുപ്പ സാഹിബ് നമ്മുടെ ഞാൻ ഏറ്റവും കരീം സാഹിബിനെ പോലെ സ്നേഹിക്കുന്ന ഹമീദ് സാഹിബ്, അതുപോലെ ജനതാദൾ പ്രതിനിധി അഷ്റഫ് തങ്ങൾ, നാസർ സാഹിബ്, വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, കരീം സാഹിബിൻ്റെ വേർപാട് മരണ ദിവസം 5 മണിയോടെ കൊടുവള്ളി രജിസ്റ്റർ ഓഫീസിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. എന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പം എൻ്റെ മനസ്സിൽ കരീം സാഹിബ് മരിക്കല തന്നെ. അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്ത്, കരീം സാഹിബിൻ്റെ ഫോൺ ചെയ്തു. അപ്പം ഫോണെടുത്തത് ഒരു നഴ്സാണ്. അവർ പറഞ്ഞു, ഫോണ് ഇവിടെ ഉള്ളത് അദ്ദേഹത്തിന് ചില പ്രയാസം ഉണ്ടായപ്പം വടകര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, എന്തോ സംഭവിച്ചോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ പേരാണ്. പിന്നീട് 1-2 ഫോണുകൾ നമ്മുടെ നാസർക്കടക്കം ഹമീദ് കാക്ക വിളിച്ചു. പിന്നെ നേരെ ഇങ്ങോട്ട് വന്നു, കഫൻ ചെയ്ത് മുഖം കണ്ടു. അവിടുന്ന് മാറി നിൽക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷേ ക്യൂ ആയിട്ടുണ്ടാവുമ്പോൾ മാറിക്കൊടുത്തു. വീണ്ടും മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ നാട്ടിലേക്ക് പോകുമ്പോൾ വീണ്ടും മയ്യത്ത് കണ്ടു. ഞാനും അദ്ദേഹവുമായിട്ടുള്ള ബന്ധം അങ്ങനെയായിരുന്നു. എൻ്റെ ഗൾഫ് ജീവിതത്തിൽ ഇന്നലെയും ഗൾഫിൽ നിന്ന് കുറേ സുഹൃത്തുക്കൾ വിളിച്ചു. ഈ പ്രദേശത്തുകാരനെ കുത്തുപറമ്പ് മണ്ഡലത്തിൻ്റെ റയീസുദ്ദീൻ, ജനറൽ സെക്രട്ടറി റയീസുദ്ദീൻ വിളിച്ചു. ഞാൻ ഈ അനുസ്മരണ പ്രഭാഷണം ഇവിടെ ഈ പരിപാടിയിൽ വരുമോ വരണം എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം വിളിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇപ്പം നിങ്ങളെല്ലാവരെക്കാളേറെ പ്രയാസം അനുഭവിക്കുന്നത് UAE-യിലുള്ള, പ്രത്യേകിച്ച് ദുബായിലുള്ള KMCCയുടെ പ്രവർത്തകരാണ്. അങ്ങനെ ആയിരുന്നു കരീം സാഹിബിൻ്റെ. എന്നെക്കാളും 2 വയസ്സ് കരീം സാഹിബ് കുറവാണ്. എന്നാൽ ഞാൻ കരീം ഖാന്നോ അല്ലെങ്കിൽ കരീം സാഹിബ് എന്നെ വിളിക്കും. കരീം ഖാൻ എന്ന് വിളിക്കുമ്പോൾ എന്നോട് പറയുക, എളത്തിലെ കരീം എന്ന് വിളിച്ചാൽ മതി. അതാദ്യം ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ നിങ്ങളെ പേര് അങ്ങനെ വിളിക്കാൻ കഴിയില്ല, കരീം സാഹിബ് എന്ന് പറയും. അദ്ദേഹം ഞാൻ പ്രസിഡന്റ്, അദ്ദേഹം സെക്രട്ടറി. ഹുസൈൻ ഹാറാജി എടച്ചക്കൈ എന്ന് പറഞ്ഞ കാസർകോട്ടുകാരനായ അദ്ദേഹം ട്രഷററും, തൃശ്ശൂരിലുള്ള ഒരു ഹുസൈൻ ചെറുതുരുത്തിയും ഭാരവാഹികളായ ആ കാലഘട്ടത്തിലാണ് KMCCയുടെ പേര് ലോകത്തിന് മുമ്പിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതെങ്ങനെ? UAE-യിൽ ലോകത്ത് വിവിധ ഗൾഫ് നാടുകളിൽ മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയായ കേരള മുസ്ലിം കൾച്ചർ സെൻറ്റർ അഥവാ KMCC,
അവിടെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന അല്ലായിരുന്നു. അംഗീകാരം ഇല്ലായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ആദ്യം തന്നെ തീരുമാനമെടുത്തത് ആദ്യം അംഗീകാരത്തിന് ശ്രമിക്കുക എന്ന്. അതിനു മുമ്പും KMCCയിൽ ഒരുപാട് ഭാരവാഹികൾ വന്നിട്ടുണ്ട്. ആ ശ്രമം ഞങ്ങൾ വിജയത്തിലെത്തി. വഖഫിൻ്റെ അംഗീകാരമാണ് ആദ്യം ഞങ്ങൾക്ക് കയ്യിൽ കിട്ടിയത്. പിന്നീട് ഞങ്ങൾ സോഷ്യൽ ക്ലബിൻ്റെ അംഗീകാരം കിട്ടി. അത് വലിയ പേരും പ്രശസ്തിയും ഒക്കെ ആയി. കാരണം പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഒരു സംഘടനക്കും കിട്ടാത്ത ദുബായിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു അംഗീകാര ലൈസൻസ്, അതിലും KMCCയുടെ പ്രസിഡന്റ് റئീസ് എന്നുള്ള നിലക്കാണ്, അതിൻ്റെ ആൾ എന്നുള്ള നിലക്കാണ്. റെസിപ്റ്റ് സാധാരണ അവിടെ ലൈസൻസ് ഇഷ്യൂ ചെയ്യാക്കാം സ്പോൺസർമാരുടെ പേരിലാണ്. പക്ഷേ ഇത് മർക്കസ് സക്കാഫിൽ മുസ്ലിമീൻ കേരള അല്ലെ KMCC എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഭാരവാഹികളെന്ന് അതിന് ഞങ്ങളെ സഹായിച്ച മർഹൂം ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അവരുടെ പ്രൈവറ്റ് സെക്രട്ടറി അസ്ലം മൊയ്തീൻ സാഹിബ് ഞങ്ങളെ സഹായിച്ചത്. അദ്ദേഹത്തിന് ജന്നാത്തുൻ നഈമിൽ അദ്ദേഹത്തെയും കരീം സാഹിബിനെയും ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ തുടർച്ച, ആ പ്രവർത്തനത്തിൻ്റെ തുടർച്ച അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞങ്ങളെടുത്തൊരു തീരുമാനം, ഒരു വെൽഫെയർ സ്കീം നടപ്പിലാക്കുകയാണ്. ആ വെൽഫെയർ സ്കീം ഒരു വ്യക്തി മെമ്പറായി കഴിഞ്ഞാൽ ആ മെമ്പർ മരണപ്പെട്ടാൽ അന്ന് ഞങ്ങൾ തീരുമാനിച്ച 5 ലക്ഷം അവരുടെ കുടുംബത്തിന് കൊടുക്കാനാണ്. പലരും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെ ഇത് നടപ്പാക്കുമെന്ന്. അത് ഞാൻ പറഞ്ഞു, എന്ത് കാര്യവും പ്രവർത്തനത്തിൽ കൊണ്ടുവരൽ അത് പ്രവർത്തിച്ച് തുടങ്ങിയതിന് ശേഷമാണല്ലോ, അതിലൊന്നും ഒരു പ്രയാസവും ഉണ്ടാവില്ല. മരിച്ചാൽ ഇതിൽ അംഗങ്ങളായിരിക്കുന്ന ആളുകൾ 10 ദിർഹം ഞങ്ങൾക്ക് തരും, അതിൽ നിന്നാണ് നമ്മൾ ഈ ഫണ്ട് കൊടുക്കുന്നത്. ഇപ്പോൾ അത് 10 ലക്ഷമാണ് കൊടുക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ഈ സഹായം KMCCയുടെ മരണപ്പെട്ട പ്രവർത്തകന്മാർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അതിൻ്റെ മുഖ്യമായ പങ്ക് വഹിച്ച കരീം സാഹിബ്. മാത്രമല്ല, ഇല്ലീഗലായിട്ട് ഗൾഫ് നാടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരു വിസയും പാസ്പോർട്ടൊക്കെ നഷ്ടപ്പെട്ടവർക്ക് ഗവൺമെൻറ് ഒരു പൊതുമാപ്പ് തീരുമാനിച്ചു. ആ പൊതുമാപ്പിൽ ഞങ്ങളൊരു ചാർട്ടർ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ യോഗത്തിൽ പറഞ്ഞപ്പോൾ കരീം സാഹിബ് ചോദിച്ചു, എളീറ്റിലെ നമുക്കോ? ഞാൻ പറഞ്ഞു, നമുക്ക് നടക്കാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ നമുക്ക് നടത്തണം എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹമാണ് ഒരു ഫോൺ കോൾ ചെയ്യുന്നത്. ആർക്ക്? അബുദാബിയിലുള്ള തളിപ്പറമ്പ് മണ്ഡലത്തിലുള്ള ഒരു അഷ്റഫ് KV എന്ന് പറഞ്ഞ വ്യക്തിക്ക്. അഷ്റഫ് KVയുടെ അറബി സ്പോൺസർ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുമായിട്ട് അടുത്ത ബന്ധമുള്ള, പലപ്പോഴും പാണക്കാട്ട് വീട്ടിൽ വരെ വന്ന വ്യക്തിയാണ്. അദ്ദേഹം ധർമ്മിഷ്ഠനാണ്. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയോട് ഇങ്ങനെ ദുബായ് KMCC ഇങ്ങനെ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അതിന് വേണ്ട ഒരു സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ KV അഷ്റഫ് അറബിയോട് സംസാരിച്ച പാടിന് അറബി പറഞ്ഞു, ഒരു 30 ടിക്കറ്റ് എൻ്റെ വക ആവട്ടെ എന്നല്ല. അപ്പം ഞങ്ങളത് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യുന്നെന്നുള്ളൊരു പ്രസ് കോൺഫറൻസ് വിളിക്കുമ്പോഴേക്ക് 100 ടിക്കറ്റ് ഞങ്ങൾക്കായി എന്നല്ല, 150 ടിക്കറ്റാണ്. 1,08,000 ദിർഹമായിനാണ് കൊടുത്തത്. എല്ലാവരും പോവുകയാണ്. ഞാൻ എൻ്റെ സംസാരം നീട്ടുന്നില്ല. കരീം സാഹിബിനെ മറക്കാൻ പ്രവാസി മലയാളികൾക്ക് അങ്ങ് കാസർഗോഡ് തൊട്ട് കന്യാകുമാരി, തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലുള്ള ഒരൊറ്റ KMCC പ്രവർത്തകനും അദ്ദേഹത്തിൻ്റെ വേർപാട് സഹിക്കാൻ കഴിയുകയില്ല. അത്രയ്ക്ക് പുഞ്ചിരിയോടുകൂടി ആരെന്ത് പ്രശ്നം, ഇവിടെ അഡ്വക്കേറ്റ് സൈനുദ്ദീൻ സാഹിബ് സൂചിപ്പിച്ചല്ലോ, കുട്ടികൾക്കുള്ള ഒരു സ്കോളർഷിപ്പ് ഞാനിപ്പോഴും ഓർക്കുകയാണ്. കുവൈത്ത് ഇറാഖ് യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് കുവൈത്തിൽ നിന്ന് പോന്ന ഒരു പിതാവ്, ആ പിതാവ് സാമ്പത്തികമായിട്ട് പിന്നീട് വിഷമമായപ്പോൾ അവരുടെ മകള് വിദ്യാഭ്യാസത്തിന്, ഉപരിപഠനത്തിന്, ഡിഗ്രിക്ക് പഠിക്കാൻ വേണ്ടി സഹായം ചോദിച്ചൊരു കത്ത് വന്നപ്പോൾ കരീം സാഹിബ് അന്ന് കണ്ണൂർ ജില്ലാ KMCCയുടെ യോഗം വിളിച്ച് ആ വിഷയം വെച്ചു. അതിൽ തുടങ്ങിയതാണ് അഡ്വക്കേറ്റ് സൂചിപ്പിച്ച 100 കണക്കിലുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്ത് ഡോക്ടറും എൻജിനീയറും ആക്കിയത്. കരീം സാഹിബിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലം തന്നെയാണ് ദുബായ് KMCC ഇന്നും ലോകത്തിന് മുമ്പിൽ അറിയപ്പെടുന്നതും. അന്ന് അതുവഴി ഒരുപാട് CH സെൻറ്റർ മുതൽ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
ഈ മരിക്കുന്നതിൻ്റെ 3 ദിവസം മുമ്പ് എന്നെ വിളിച്ച് എൻ്റെ ഫോണിൽ കിട്ടാതിരുന്നപ്പോൾ എൻ്റെ വൈഫിൻ്റെ ഫോണിൽ വിളിച്ച് എളേറ്റിൽ എൻ്റെ ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവർ പറഞ്ഞു കോഴിക്കോട്ട് പോയതാണ്. ഉടനെ കരീംക്ക വിവരങ്ങളൊക്കെ ചോദിച്ച് എൻ്റെ മകൻ ഉദവിക്ക് പഠിക്കുകയാണ്, മോൻ്റെ സ്ഥിതിവിവരങ്ങൾ ചോദിച്ച് അങ്ങനെ നിങ്ങൾ ഒന്നായിട്ട് വീട്ടിൽ വരണം, മോനെയും കൂട്ടി വരണം എന്ന് പറഞ്ഞു. എനിക്ക് ഒരു മകനേ ഉള്ളൂ. മകൻ കുറേ വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ മകനാണ്. അപ്പം ആ മകനെയും കൊണ്ട് നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. ഞാൻ കരീം സാഹിബിൻ്റെ ഈ വിവരം അറിഞ്ഞ് എൻ്റെ ഭാര്യയോട് പറഞ്ഞപ്പം ഭാര്യ പൊട്ടിക്കരയുകയാണ് ചെയ്തത്. അത്രയ്ക്ക് ഒരു കുടുംബത്തിലെ ഒരു അംഗം ഇങ്ങനെ ഇത്ര പെട്ടെന്ന് കരീം സാഹിബ് മരിക്കരുതായിരുന്നു എന്ന് ഇപ്പോഴും എൻ്റെ മനസ്സിൽ പറയുന്നത്. അങ്ങനത്തെ ഒരു കരീം സാഹിബിൻ്റെ വേർപാട് ഇവിടെ സംഘടിപ്പിച്ചപ്പോൾ ഹമീദ് സാഹിബ് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് വളരെയേറെ സന്തോഷത്തോടു കൂടി ഇതിലൊന്ന് പങ്കെടുത്ത് 4 വാക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ കഴിയുമല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടി ആണ് വന്നത് ഇവിടെ. ഏതായാലും അള്ളാഹു അദ്ദേഹത്തിൻ്റെ മുഹബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തോടൊപ്പം നമ്മളെയും ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു പാഠപുസ്തകം പോലെ പഠിപ്പിച്ചു തന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു കരീംക്ക. മരണം എന്ന് പറയുന്നത് ഒരു വലിയ നഷ്ടമാണ്. ആ നഷ്ടങ്ങളുടെ വ്യാപ്തി ചിലപ്പോൾ കുടുംബങ്ങളിലൊതുങ്ങും, അടുത്ത ബന്ധമുള്ളവരിലൊതുങ്ങും, നാട്ടുകാരിലൊതുങ്ങും. പക്ഷേ കരീംക്കയുടെ വിയോഗം അത് ദേഹവുമായി ബന്ധപ്പെട്ട ഒരാൾക്കും മറക്കാൻ കഴിയാത്ത വിധം നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം ആ വീടുകളിൽ വന്ന ആളുകളൊക്കെയാണ് ഇവിടെ നിൽക്കുന്നതും ഇരിക്കുന്നതുമൊക്കെ. അതുകൊണ്ട് ഇവിടെ ആളുകൾ പറഞ്ഞതിനപ്പുറത്ത് എനിക്ക് മറ്റൊന്നും പറയാനില്ല. സമൂഹത്തിന് വേണ്ടി, പൊതു നന്മക്കായി നമ്മളൊക്കെ പറയും, നമ്മളൊക്കെ ജീവിക്കുന്നത് കെട്ട കാലത്താണ്. കേൾക്കുന്ന വാർത്തകളൊന്നും ശുഭകരമല്ല. രാഷ്ട്രീയത്തിലായാലും പൊതുപ്രവർത്തനത്തിലായാലും എല്ലാവരുടെയും സ്വാർത്ഥതയുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത്രമാത്രം സ്വാർത്ഥതയുടെ ലോകത്ത് ജീവിക്കുമ്പോൾ സ്വാർത്ഥത എന്ന ഒരു ചിന്ത പോലും ഇല്ലാതെ പൊതു ഇടങ്ങളിലായാലും പ്രവർത്തനത്തിലായാലും ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. എനിക്ക് അവസാനമായി ഞാൻ കഴിഞ്ഞ ഒരു അനുശോചന യോഗത്തിൽ പറഞ്ഞിരുന്നു, സർവകക്ഷി അനുശോചന യോഗത്തിൽ, ഒരു ദിവസം എങ്ങനെയായാലും ഒരു ഫോൺ കോൾ ഉണ്ടാകും കരീംക്കയുടെ. അത് നഗരസഭയുമായി ബന്ധപ്പെട്ടായിരിക്കാം, പൊതുവിഷയങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കാം, എന്തായാലും അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ ഉണ്ടാവും. മരണപ്പെടുന്നതിൻ്റെ തലേ ദിവസമാണ് എന്നെ വിളിക്കുന്നത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപാട് പ്രയാസപ്പെട്ടിരുന്നു. അങ്ങനെ ഡോക്ടർമാർ അതിൻ്റെ റിസൾട്ട് വരുന്നത് വരെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആശങ്കയിലായിരുന്നു. ആ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയപ്പോൾ അത് പറയാൻ വേണ്ടി വിളിച്ചതാണ്. എന്ന് വിളിച്ചപ്പോൾ പറഞ്ഞത് അൽഹംദുലില്ലാഹ് സമാധാനമായി, മറ്റു പ്രയാസങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് വിളിച്ച്, പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പ് എന്നുള്ള രീതിയിൽ നഗരസഭയിലെ നമ്മുടെ ഒരു ക്ലിനിക്ക്, അത് കരിയാട് കൊണ്ടുവരാൻ വേണ്ടി യുനാനി ക്ലിനിക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് നവംബർ ലാസ്റ്റിലെ കൗൺസിലിൽ, കാരണം അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നു, പെരുമാറ്റച്ചട്ടം വരാൻ പോകുന്നു, നവംബർ ലാസ്റ്റിലൊരു കൗൺസിലിൽ അദ്ദേഹം അത് നിർബന്ധത്തോടു കൂടി അത് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, കരീംക്ക അത് കൊണ്ടുവന്നാൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമോ? ഒരു 10 ദിവസം തന്നാൽ മതി എന്ന് പറഞ്ഞു. 5 ദിവസം കൊണ്ട് അതിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കി
അവസാനത്തെ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞത് നാളെ നിയമസഭാ സമ്മേളനമാണ്, MLA ഒന്ന് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു സജ്ജീകരണമൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് എന്ന് പറയണം. നമുക്കത് നമ്മൾ തുടങ്ങിയതല്ലേ, അത് നമുക്കത് അവിടെ ആരംഭിക്കണം എന്ന് പറഞ്ഞ് ആ യുനാനി സെൻറ്ററുമായി ബന്ധപ്പെട്ട് ഒരാൾക്കും അത് സാധിക്കില്ല. നമുക്ക് പല തീരുമാനങ്ങൾ എടുക്കാം, പക്ഷെ അത് നടപ്പിലാക്കാൻ അതിൻ്റെ പിറകെ പോകാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് ചെറിയ കാര്യമല്ല. അത് ഏറ്റവും അടുത്ത ദിവസം അതിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഓർഡർ കിട്ടുമ്പോൾ അതൊന്ന് തുറക്കാൻ മാത്രമുള്ള രീതിയിൽ സംവിധാനങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിച്ചു. കഴിഞ്ഞ ഒരു മരണപ്പെടുന്നതിന് ഒരു 3-4 ദിവസം മുമ്പ് അദ്ദേഹം നഗരസഭയിൽ വന്നു. ആ നഗരസഭയിൽ വന്നപ്പോൾ നമ്മളൊക്കെ കൗൺസിലർമാരായി ഒരു 5 വർഷം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പടവുകൾ കയറുക ചിലപ്പോൾ വ്യക്തിപരമായ കാര്യത്തിനായിരിക്കാം, മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായിരിക്കും, ചിലപ്പോൾ നമ്മളൊരു വീടിൻ്റെ പെർമിറ്റുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായിരിക്കും. കരീംക്ക് അവിടെ വന്നു, അവിടെ നമ്മുടെ HAയുടെ മുന്നിലാണ് ഇരിക്കുന്നത്. ഹെൽത്ത് വിഭാഗവുമായി ബന്ധപ്പെട്ട മുന്നിലിരുന്ന് ഞാൻ തൊട്ടടുത്തിരുന്നു. ഞാൻ ചിന്ത കരീംക്ക, അത് കരിയാട് മത്സ്യ മാർക്കറ്റ് നമ്മൾ ഉദ്ഘാടനം ചെയ്തതാണ്, അതിൻ്റെ ഇലക്ട്രിക്കൽ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യണം, അത് തുറന്നു കൊടുക്കണം, അത്തരം കാര്യങ്ങൾ ഏറ്റവും വേഗതയിലാക്കണം. ആ യുനാനി സെൻറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഞാൻ ഇറങ്ങുമ്പോൾ 2-3 റോഡിന് ഫണ്ട് വെച്ചിരുന്നു, അത് കോൺട്രാക്ടർമാർ എടുത്തതാണ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തണം എന്നൊക്കെ പറഞ്ഞു. നമ്മളിവിടെ ഇതുപോലെ ഒരു ഹാളിൽ ഒരു ഡയാലിസ് സെൻറ്ററിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിരുന്നിരുന്നു. അന്ന് ഇതുപോലെ ഒരു സമയത്തായിരുന്നു രാത്രി ഇരുന്നത്. നമുക്ക് ആ നാട്ടിൽ ഡയാലിസ് സെൻറ്ററിൻ്റെ ഒരു വിഷയമുണ്ട്, അതൊരു മറ്റു തലത്തിലേക്ക് പോകുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. അത് കരിയാടിൻ്റെ ബഹുസ്വരതയെ ചിലപ്പോൾ തകർക്കും. അതുകൊണ്ട് നമ്മൾ അടിയന്തരമായി ഇരിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നിട്ട് ആദ്യം പറഞ്ഞത് കുടിവെള്ളം എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്, അതവർക്ക് ആശങ്കയുണ്ട്, അതാദ്യം പരിഹരിക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം 36ഓളം വരുന്ന കിഡ്നി രോഗികളുണ്ട്, അവരുടെ ആ പ്രശ്നം പരിഹരിച്ചു, നിങ്ങൾക്ക് ഇവിടെ തന്നെ ചികിത്സ ഉണ്ടാകുമെന്ന് പറയാൻ സാധിക്കണം. ഈ 2 തീരുമാനങ്ങളും ഈ യോഗത്തിലുണ്ടാകണം. ആർക്കും പോറേൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചിട്ടാണ് ഇറങ്ങിയത്. ഒരു വിഷയം വരുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് വളരെ കൃത്യമായി അറിയാമായിരുന്നു. നേരത്തെ ഇവിടെ പാറക്കൽ പലരും പറഞ്ഞു, കാരണം നമ്മൾ ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അവരുടെ നന്മകളെക്കുറിച്ച് പറയാറില്ല. പക്ഷേ നമുക്ക് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹം അടയാളപ്പെടുത്തിയത് ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിൽ ഒരു ആത്മബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് ആ ഒഴുകിയെത്തിയ ജനാവലി കാണിച്ചു തന്നു. അത് തന്നെയാണ് വലിയ കാര്യം. ഈ അടുത്ത് എന്നോടൊരു കാര്യം പറഞ്ഞു, നമ്മുടെ ആ ഡയാലിസ് സെൻറ്ററുമായി ബന്ധപ്പെട്ട് ഒരു സാമ്പത്തിക സമാഹരണമൊക്കെ ഒരു ചായ സൽക്കാരങ്ങളൊക്കെ നടത്തി, പണ്ട് എടശ്ശേരിയിലൊക്കെ നടത്തിയതുപോലെ അവിടെ തണലൊക്കെ നടത്തിയതുപോലെ അങ്ങനെ നടത്തിയിട്ട് നമുക്കത് വളരെ നന്നായി ഇവിടെയുള്ള മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തത്തോടുകൂടി അതൊക്കെ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. സാധാരണക്കാരനോടൊപ്പം പ്രയാസം അനുഭവിക്കുന്ന ആളുകളോടൊപ്പം ഒക്കെ നിൽക്കാൻ സാധിച്ചൊരു വലിയ മനുഷ്യനായിരുന്നു. എനിക്ക് ഏറ്റവും ഒരു അടുത്തൊരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഈ വയ്യാത്ത ശരീരം കൊണ്ട് നടന്ന് കുന്നും മലയൊക്കെ കയറിയിട്ട് ഞാൻ അവസാനം വല്ലാതെ അങ്ങ് ആരോഗ്യം പറ്റേ അങ്ങ് എഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ കിടക്കുകയാണ്. നമ്മൾ പലപ്പോഴും ഞാനതാ പറഞ്ഞത്, സ്വാർത്ഥതയുടെ ലോകത്ത് ഒരാൾ 2 ദിവസം കണ്ടിട്ടില്ല എങ്കിൽ അദ്ദേഹം ഇല്ല. ചിലപ്പോൾ പറയും അദ്ദേഹത്തെ കാണാനില്ല, മറ്റെന്തെങ്കിലും പറയാത്തത് ചിലപ്പോൾ ഭാഗ്യമായിട്ട് നമുക്ക് കാണാം. അങ്ങനെ അത്തരത്തിലുള്ള ഒരു വിഷയം ഞാനിങ്ങനെ കടന്നുപോയി. ചുരുക്കം ചില ആളുകൾ ഫോണിലൊക്കെ ബന്ധപ്പെട്ടു, പക്ഷേ എന്തേ കാണാത്തത് എന്ന് ചോദിച്ച് അന്വേഷിച്ചു വന്നതാണ്. അവിടെ നഗരസഭയുടെ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ഇതിലായാലും മറ്റ് സ്ഥാനാഹരണമായാലും അധികാര കൈമാറ്റങ്ങളായാലും അങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും എനിക്ക് എൻ്റെ ആരോഗ്യം വെടികുത്തിയിട്ട് പോലും നടക്കാൻ പറ്റാത്ത രീതിയിൽ കാല് നീര് വന്ന് വീർത്തപ്പോൾ ഞാൻ വീട്ടിലിങ്ങനെ കിടക്കുമ്പോഴാണ് കരീംക്ക കയറി വരുന്നത്. എന്നോട് ചോദിച്ചു, എന്ത് പറ്റി? എന്നോട് പറഞ്ഞു, ഇറങ്ങണം, പൊതു ഇടങ്ങളിൽ പൊതുസ്ഥലത്ത് മാറി നിന്നാൽ
അന്വേഷിക്കാനാണില്ലാത്തൊരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്ന ഉത്തമ ബോധ്യമുണ്ടാകണം എന്ന് പറഞ്ഞൊരു വലിയ മനുഷ്യനാണ്. പലപ്പോഴും പല ആളുകൾ മാറിയാൽ ആ ഗ്യാപ്പിലേക്ക് എനിക്ക് കയറാമല്ലോ എന്ന് ആലോചിക്കുന്നൊരു കാലത്താണ് മാറരുത് എന്ന് പറയാൻ ഒരാൾ ഉണ്ടായിരുന്നത് എന്നതാണ് കരിയാടിന് കിട്ടിയൊരു വലിയ ഭാഗ്യമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കുറിച്ചല്ല, പൊതുവിഷയങ്ങളെ കുറിച്ച്, സാധാരണക്കാരനെ കുറിച്ച്. കരിയാട് നമ്മളെ ഇവിടെ എനിക്ക് തോന്നുന്നു വയനാട് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ആദ്യമായി കേരളത്തിലൊരു വീട് കൊടുത്തത് താവും പ്രഭാടായിരിക്കും, ജനകീയ സമിതിയായിരിക്കും. പക്ഷേ അവിടെ പോകുമ്പോൾ എന്നെ ഒപ്പം കൂട്ടി, താക്കോല് കൊടുക്കുന്ന ദിവസവും ഒപ്പം കൂട്ടി. പക്ഷേ അവിടുന്ന് അവർ ചോദിച്ചു, താക്കോൽ ഇവിടുന്ന് കൈമാറിയാൽ പോലെ. പക്ഷേ എന്നേക്കാൾ അതിനു വേണ്ടി അധ്വാനിച്ച, സമാഹരിച്ച, ഞാൻ മുന്നിലാണെങ്കിലും മുന്നിൽ നിൽക്കേണ്ട ഒരുപാട് ആളുകൾ അവിടെയുണ്ട്, അവരുടെ സാന്നിധ്യത്തിൽ അത് കൊടുക്കണം എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് അത് കൈമാറിയത് എന്നത് ഒരു മനുഷ്യൻ്റെ ഒരു വിശാല ഹൃദയമായിരുന്നു. അത് കൂടെയുള്ളവരെ എപ്പോഴും സ്നേഹിക്കാനും കരുതലാവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആ നന്മയുള്ള, ഒരുപാട് നന്മകൾ ചെയ്ത, കാരുണ്യ പ്രവർത്തനം ചെയ്ത, കാരുണ്യത്തിൻ്റെ സ്പർശം ഇങ്ങനെ കണ്ണികളായി കൈമാറിയ, അത് ആ കണ്ണികളായിരുന്നു ആത്മബന്ധങ്ങളായി അവിടെ ഇങ്ങനെ ആ വീടുകളിലേക്ക് ഇങ്ങനെ വന്നത്. നമുക്കൊക്കെ വീട്ടിലിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം മറ്റൊരു ചടങ്ങിൽ പോലും ഞാൻ പോയിട്ടില്ല. പിന്നീട് വരുന്നത് ഇവിടെയാണ്. മറ്റൊരു ഔദ്യോഗിക പരിപാടികളിലോ ക്ഷണിച്ച പരിപാടികളോ മാനസികമായി പോയാൽ നമുക്ക് സാധിച്ചിട്ടില്ല. കാരണം മറവി തരാത്ത മരണമാണ്. അദ്ദേഹത്തിൻ്റെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ, കബറ് വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ടി.പി. മുസ്തഫ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നന്ദി പറയുന്നതിന് ആവോലം ബഷീർ. ബഹുമാന്യനായ നമ്മുടെ കാലഘട്ടത്തിന് നമ്മുടെ കൂടെ ഏറെ സാന്നിധ്യമേറെ ആവശ്യമുള്ള കാലത്ത് നമ്മോട് വിട പറഞ്ഞു പോയ സ്നേഹനിധിയായ എന്നെ കരീം സാഹിബിൻ്റെ ഈ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത, ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച പ്രിയപ്പെട്ട സൈനുദ്ദീൻ വക്കീൽ, ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യനായ കേരള നിയമസഭാ സ്പീക്കർ പ്രിയപ്പെട്ട പാറക്കൽ അബ്ദുള്ള സാഹിബ്, ഇബ്രാഹിം വെളേട്ടിൽ, ഉമർ പാണ്ഡികശാല, ടി.പി. മുസ്തഫ, ടി.പി. ചെറുപ്പ, എന്നെ അബൂബക്കർ മാസ്റ്റർ, ഈ പരിപാടിയിൽ പങ്കെടുത്ത സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ മുഴുവൻ വ്യക്തിത്വങ്ങൾക്കും നല്ലവരായ നാട്ടുകാർക്കും മൊയ്തു മാസ്റ്റർ ഓഡിറ്റോറിയത്തിൻ്റെ സൊസൈറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നിർത്തുന്നു. ജയ് ഭാരത്.